കേരള ബഡ്ജറ്റ് 2025 പൊള്ളയായ ബഡ്ജറ്റെന്ന് പ്രതിപക്ഷം. പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റെന്നും നവകേരള നിർമ്മിതിക്കുള്ള ബഡ്ജറ്റുമെന്ന് ഭരണപക്ഷവും മുഖ്യമന്ത്രിയും. ബഡ്ജറ്റിനെ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്. ഇവിടെ ചർച്ച തുടരുകയാണ്. വിദ്യാർത്ഥികളുണ്ട്, ഗവേഷകരുണ്ട്, സാമ്പത്തിക വ്യാവസായിക നിക്ഷേപ മേഖലകളിലെ പ്രഗത്ഭരും നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാറുണ്ട്, ഒപ്പം BJP പ്രതിനിധി ജയസൂര്യനുണ്ട്. നേരത്തെ CP ജോൺ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു. ഞാൻ KS അരുൺകുമാറിലേക്ക് ഒന്ന് പോകുന്നു. KS അരുൺകുമാർ, വെൽക്കം. KS അരുൺകുമാർ, ബഡ്ജറ്റിൻ്റെ പൂർണ്ണമായ രൂപം ഞങ്ങൾ എല്ലാവരും കണ്ടു. ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നത് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതി എന്നാണ്. യാഥാർത്ഥ്യബോധം ലവലേശമില്ലാത്ത ബജറ്റ് എന്ന് പറയുന്നു. ആക്ച്വൽസ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾ വെട്ടിക്കുറച്ചില്ലേ? ആ കണക്കുകൾ ഉൾപ്പെടുത്താതെയുള്ള ബജറ്റാണ്, വഞ്ചിക്കുന്ന ബഡ്ജറ്റാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താണ് മറുപടി? നിലവിലെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്ത് ടച്ച് ചെയ്യാവുന്ന എല്ലാ മേഖലയും ടച്ച് ചെയ്ത് ഒരു ഭാവി കേരളത്തെ, ഒരു നവകേരളത്തെ നിർമ്മിക്കാൻ, പ്രത്യേകിച്ച് ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാൻ, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യങ്ങളിലെല്ലാം ഒരു ദീർഘകാല ലക്ഷ്യത്തോടെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ടച്ച് ചെയ്യാത്തൊരു മേഖല ഇല്ല. ഈ കേരളത്തിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുള്ളൊരു ബജറ്റാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് വന്നിട്ട് 7 ദിവസമേ ആയുള്ളൂ. അതിൽ അവഗണിക്കപ്പെട്ട, നമ്മളെല്ലാവരും വിഷമത്തോടെ കഴിഞ്ഞ 7 ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്തു. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ പ്രധാനമന്ത്രി വന്ന് ജൂലൈ മാസം 30 നടന്ന ഉരുൾപൊട്ടലിൽ ഓഗസ്റ്റ് 10 കേരളത്തിൽ വന്നത്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, വയനാടിനെ പുനർനിർമ്മിക്കാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഒന്നും തരില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനാണ്. വയനാടിൻ്റെ ഒരു പാക്കേജ് എന്ന രൂപത്തിൽ നയാ പൈസ ഇതുവരെ ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് തന്നിട്ടില്ല. 750 കോടി രൂപ മാറ്റിവെച്ച് ചൂരൽമല മുണ്ടക്കൈ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ആദ്യം. വിഴിഞ്ഞം ശരിക്കും ഒരു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഒരു ആക്സിലറേഷൻ കിട്ടാൻ എല്ലാ തരത്തിലുള്ള പദ്ധതിയെ കുട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണല്ലോ വിഴിഞ്ഞം. വിഴിഞ്ഞത്തിനും ഒരു തരത്തിലുള്ള നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല, വയലബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടക്കം തിരിച്ചു മേടിച്ച സാഹചര്യത്തിൽ 1000 കോടി മാറ്റിവെച്ച് ആ വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് മുന്നോട്ട് വച്ചത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണമാണ്. കേന്ദ്ര നിയമമാണ്, അമെൻമെൻ്റ് എല്ലാം കേന്ദ്രത്തിൻ്റെതാണ്, കേരളത്തിനൊരു റോളുമില്ല. പക്ഷെ എന്നിരുന്നാലും പണം മാറ്റിവെച്ച് 50 കോടി അവിടെ മാറ്റിവെച്ചുള്ളൂ. അതുകൊണ്ട് എന്ത് സാധ്യമാകും അരുൺ? അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പരിമിതികളുണ്ട്. ആക്രമണം ഉണ്ടായാൽ അതിനൊരു ഒരു ടീമുണ്ടാക്കി അതിനെ പ്രതിരോധിക്കുന്നതിനെല്ലാം നിയമത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നിയമം അമെൻഡ് ചെയ്യുകയോ പുതിയ നിയമം ഉണ്ടാക്കുകയോ ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാതെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിന് ഉള്ള ഒരു സാധ്യതയാണ് നമ്മൾ കർഷകർക്ക് എന്ത് നീക്കിവെച്ചു എന്നൊരു ചോദ്യം CP ജോൺ ചോദിക്കുന്നു. അതേപോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു റബ്ബർ കർഷകർക്ക് താങ്ങുവില 170 രൂപയല്ലേ? യഥാർത്ഥത്തിലുള്ള ആക്ച്വൽസ് എന്ന് പറയുന്നത് 205-210 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റ് വില. അപ്പോൾ യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബജറ്റാണെന്ന് പറയാൻ റബ്ബറിന്റെ വിലയാണ് കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. അതിലൊരു പ്രശ്നം, പ്രതിപക്ഷ നേതാവിനെ കൂട്ടി ഇത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് എന്താ? താങ്ങുവില എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് താങ്ങുവില. ഇത് താഴെ പോകാൻ പാടില്ല. 220-ഉം 230-ഉം പ്രൈസ്, അതിൽ താങ്ങുവിലയിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം വില കുറഞ്ഞു വന്നാൽ 180 രൂപയിൽ താഴെ പോകാൻ പാടില്ല. ആ 180 താങ്ങുവില. ഇത് കൂടി നിൽക്കുക 42-45 രൂപ താങ്ങുവിലയിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിൽ ഊന്നൽ കൊടുക്കേണ്ട കാര്യമില്ല. വില കുറഞ്ഞു വരുമ്പോഴാണല്ലോ താങ്ങുവില. അപ്പോൾ അതാണ് കറക്റ്റ്. അതുപോലെ തന്നെ ഒറ്റ ഉൾനാടൻ ഗതാഗത സൗകര്യങ്ങളും അതുപോലെ IT മേഖലയിലെ ശ്രദ്ധയും ശരിക്കും ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആകർഷകമായിട്ടുള്ള പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൻ്റെ ഒരു മുഖ്യ. ജയസൂര്യൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കില്ല, സംസ്ഥാനം തന്നെ കണ്ടെത്തിക്കൊള്ളണം. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ആദ്യ പ്രഖ്യാപനം വരുന്നു 750 കോടി. സർവ്വതല സ്പർശിയാണ്. IT മേഖല, ടൂറിസം മേഖല, ഓരം ചേർന്ന മനുഷ്യർ, ദിവസവേതനക്കാർക്ക് 5% ദിവസ വർധനവ് ഉണ്ടാവുന്നു, ശമ്പള വേതന വർധനവ് ഉണ്ടാവുന്നു. ഇതടക്കം അടിസ്ഥാന വർഗ്ഗക്കാരെ കൂടി ചേർത്ത് പിടിക്കുന്ന ബജറ്റാണെന്നാണ് ഭരണപക്ഷം പറയുന്നത്. ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് കൃത്യം? കാരണം കൊടുക്കില്ല എന്നുള്ളതാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 753 കോടി രൂപ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അത് ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇവിടെ 750 കോടിയെ നീക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി 33 കോടി അപ്പോഴും അദ്ദേഹം മാറ്റി വെച്ചിരിക്കുക മറ്റു ദുരന്തങ്ങൾക്ക് വേണ്ടി. ആയിക്കോട്ടെ,
ഇവിടെ 438 കോടി രൂപ കേന്ദ്രം തന്ന ഫണ്ട് അടക്കം 783 രൂപ കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ടൊരു പൈസയും കൊടുക്കുന്നില്ല? ഇതാണ് കേന്ദ്രത്തിന്റെ ചോദ്യം. കയ്യിൽ പണമുണ്ട്, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഇഷ്ടം പോലെ ചെലവഴിച്ചോളൂ എന്ന് അനുവാദവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിൽ 33 കോടിയും കൂടെ മാറ്റി 750 അനുവദിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിലുണ്ടല്ലോ, ഇപ്പോഴും പണ്ടേ ഉണ്ട്. ഇതാണ് കേന്ദ്രം ചോദിക്കുന്ന ചോദ്യം. ഞാൻ അതിലേക്ക് വരാം. അതിന് മാർട്ടിൻ പാട്രിക്കിനെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാർട്ടിൻ. നമുക്കൊപ്പം വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വിദഗ്ധരോട് ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾ കൈ ഉയർത്തിയാൽ മതിയാവും. സ്മൃതി, നമുക്ക് അവരുടെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചോദിക്കാം. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. എങ്ങനെയാണ് അദ്ദേഹം ഒന്ന് വിലയിരുത്തുന്നത്, ബജറ്റിനെ പ്രാഥമികമായി വിലയിരുത്തുന്നത്? ഞാൻ എൻ്റെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഇപ്പോൾ 3.9 ആണ്, ക്ഷമിക്കണം 3.1 അല്ലേ? നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3.1ലേക്ക് 16ലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1.9 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ബഡ്ജറ്റിനെ ഞാൻ വിലയിരുത്താൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ബഡ്ജറ്റ് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടായ ബഡ്ജറ്റാണ്. പ്രധാനമായിട്ടും കേരള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ധനഞെരുക്കം അത് ഈ ബഡ്ജറ്റ് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുന്നു. അത് ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് പറയുമ്പോഴും മോശം അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടു എന്നാണ്, അല്ലാതെ സ്ട്രോങ് ആയി എന്ന അർത്ഥമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീട് അംഗീകാരം അല്ലെങ്കിൽ സമ്മതിക്കൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ നമ്മളുടെ എക്കോണമി ഒരു സിൽവർ എക്കോണമിയാണ്. ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ സഹർഷം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ആണ് കേരളത്തിൻ്റെ മറ്റൊന്ന്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം അത് ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ശ്ലാഘനീയമാണ്. കാരണം ഡയാലിസിസിന് ഒരു പ്രാധാന്യം, ക്യാൻസർ സെൻ്ററുകൾക്ക് ഒരു പ്രാധാന്യം, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഹയർ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റിയാണ് നമ്മുടെ പ്രശ്നം. ആ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ വർഷമുണ്ടായ നിർദ്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സെൻറ്റർ ഓഫ് എക്സലൻസുകളുടെ പ്രഖ്യാപനമുണ്ട്. പൊതുവിൽ എനിക്കൊരു ചെറിയ പരാതി ഉള്ളതെന്ന് പറയുന്നത് അലോക്കേഷൻസ് ഒരല്പം കൂടി മെച്ചപ്പെടുത്തണം ആയിരുന്നു. പക്ഷേ അലോക്കേഷൻസിന് പരിമിതിയുണ്ട്. സർക്കാർ അത്രയും വലിയ കൺസ്ട്രെയിൻസിലാണ്. പക്ഷേ അലോക്കേഷൻ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പോൾ അതായത് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റ് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പിന്താങ്ങുന്നില്ല താങ്കൾ? അതിൻ്റെ എനിക്ക് തോന്നുന്നത് ആ ആരോപണമാണ് യാഥാർത്ഥ്യബോധമില്ലാത്തത്. തിരിച്ചു വരാം. നമുക്കൊരു ചെറിയ ഇടവേള. നമുക്ക് ഇടവേള കഴിഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് അവർക്ക് ആരോടാണ്, ഏത് എക്സ്പെർട്ടിനോടാണോ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. സ്മൃതിയോടായിരിക്കും ആദ്യത്തെ ചോദ്യം. എന്നോട് ചോദിക്കേണ്ട, എക്സ്പെർട്ട് അല്ലല്ലോ, ഞാനിവിടെ ചോദ്യകർത്താവാണ്. നമ്മളിപ്പോൾ ബജറ്റ് ചർച്ച തുടരുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ കൂടമാണ്. സംശയങ്ങളുണ്ടവർക്ക് എക്സ്പെർട്സിനോട് ചോദിക്കാം. ആദ്യം ഇവിടെ നിന്നാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പേര് പറഞ്ഞോളൂ, എവിടുന്നാണ്? ഞാൻ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അമിറ്റി ഗ്ലോബൽ ബിസിനസ് സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. 2015 മുതൽ 2022 വരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1.3 മില്യൺ ഇന്ത്യൻസാണ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ കൂടുതലും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്. അതാണ് മേജർ പോയിന്റ്. എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇപ്പോൾ 2025 എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന കണക്ക് പ്രകാരം ഇന്ത്യയിൽ 75 ലക്ഷം ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതിൽ കൂടുതൽ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച ഒരു കുട്ടി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക്, ഇതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, അത് കുറച്ച് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ശ്രീ ജോസഫ്. അല്ല, ആദ്യം തന്നെ ആ ചോദിച്ച ചോദ്യത്തിലൊരു ചെറിയ ഇതുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വിദേശത്തേക്ക് ചേക്കേറാൻ പോകുന്ന അല്ലെങ്കിൽ പോയ ആ സമൂഹം എന്ന് പറയുന്നത് കേരളമല്ല. ആ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് എൻ്റെ നമ്മൾ നടത്തിയ പല പഠനങ്ങൾ നോക്കുമ്പോൾ 7ഓ 8ഓ സ്ഥാനത്താണ്. 10. ഓ, താങ്ക് യു. 10ാം സ്ഥാനത്താണ് കേരളം. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളാണ് മൈഗ്രേഷനിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അതിനെ ഒരു പർവ്വതീകരിച്ച് കാണുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്.
എന്തായാലും ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തദ്ദേശ ഇക്കോണമിക്ക് ദോഷകരം തന്നെയാണ്. അത് അത് ധനമന്ത്രി തന്നെ സംബന്ധിച്ചൊരു സംബന്ധിച്ചൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതാത് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈ ബജറ്റിലുണ്ടോ? തീർച്ചയായിട്ടും ആ ബഡ്ജറ്റ് അത് മുന്നിൽ കാണുന്നു. അത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആസ്പിറേഷൻ ആ രീതിയിലാണ് ആളുകൾ പോകുന്നത്. മാത്രമല്ല അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിരിക്കും, പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. ഇപ്പോൾ ഈ ഗൾഫിൽ പോകുന്നതിന് പകരം മൈഗ്രേറ്റ് ചെയ്താണ്, അതായത് നേരെ അവിടെ താമസം ഉറപ്പിച്ചാണ് പോകുന്നത്. ആ ഒരു ടെൻഡൻസി കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇന്ത്യൻ സമൂഹത്തിലും കേരള സമൂഹത്തിലും പ്രകടമാണ്. നമുക്കതിനെ ഒറ്റ രാത്രി കൊണ്ട് റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു വലിയ പ്രോസസ്സാണ്. ചിലപ്പോൾ 10, 15, 20 കൊല്ലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കുറച്ച് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ തദ്ദേശീയമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അതനുസൃതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും ഗ്രാഫൈൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ടെക്നോളജി ഓറിയൻറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് റിവേഴ്സ് ആയിട്ടുള്ളൊരു ഒഴുക്കുണ്ടാകുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്ക എടുക്കുക, അമേരിക്കയിൽ അവിടെ ആളുകളെ തിരിച്ചയക്കുന്നു. അതൊരു പക്ഷേ നാളെ ഔദ്യോഗികമായി സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾക്ക് പോലും നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക അവിടെ ഉയരുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയനിലും പല രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായി ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ബ്രെയിനിനെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പുതിയ മോഡേൺ ടെക്നോളജി അധിഷ്ഠിതമായ വ്യവസായങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദേശത്ത് പോയ ആളുകൾ പതിയെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ. ഒരു രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്ന്, ഇപ്പം വളരെ ഹയർ സ്റ്റഡീസിന് 2 തരം ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്. പണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഹയർ വളരെ ക്വാളിറ്റി, അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മുടെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസും നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈ ക്വാളിറ്റി ആവണം എന്നുള്ളതൊരു അതിനുള്ള മെഷേഴ്സ് ഉണ്ട്. 2, ഇപ്പം ഹയർ സ്റ്റഡീസ് മാത്രമല്ല ഡിപ്ലോമയ്ക്കും ഈ കെയർ അങ്ങനത്തെ ഇതിന് വരെ അവിടെ പോയി ജോലി വേറൊരു കാര്യമുണ്ട്, അവിടെ പോയി പഠിക്കുകയും ജോലി എടുക്കുകയും കൂടെ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കേരളയിൽ ഇപ്പം കെയർ ഇക്കോണമിക്ക് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ നിന്നുകൊണ്ട് പഠിച്ച് ജോലിയെടുക്കാനുള്ള ഒരു സോഷ്യൽ ഫാക്ടറും ഒരു സോഷ്യൽ മൂവ്മെൻറ്റും പിള്ളേരുടെ ഇടയിൽ ഇവിടെ ഇഷ്ടംമാതിരി സിൽവർ ഇക്കോണമി ആകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ആംഗിളും കൂടെ ഈ പുറത്ത് എല്ലാവരും പോണ ഒരു ഭയങ്കര ഹയർ ഉണ്ട് എന്നുള്ള കാര്യം അവരിലേക്ക് എത്തുന്നില്ല. ഇപ്പം നേരത്തെ ഇവിടുന്ന് അഭിപ്രായം വന്നല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അറിയുന്നില്ല, എന്തുകൊണ്ട് അറിയുന്നില്ല, അറിയിക്കേണ്ടവർ അറിയിക്കുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേ മാറ്റം ഉണ്ടാവും എന്നാണ്. ഇവിടെ പഠിക്കാനും അതോടുകൂടെ ജോലി എടുക്കാനും വരുമാനം സമ്പാദിക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിലിരുന്ന് ആർജിക്കാൻ കഴിയണം. ലോകത്തിൽ എവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ നിന്ന് ചെയ്യാൻ കഴിയണം. ഡിജിറ്റൽ വിടവില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറണം. ഇതാണ് വിജ്ഞാന സമൂഹത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. ഇപ്പോൾ എഡ്യൂക്കേഷൻ കോൺക്ലേവ് ഒക്കെ നടക്കുമ്പോഴും ക്യാമ്പസ് ഇൻഡസ്ട്രി എന്ന രൂപത്തിൽ വൻകിട വ്യവസായ സംരംഭങ്ങളെ നമ്മൾ ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ്. ITI, പോളിടെക്നിക് ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ആധുനിക കോഴ്സുകൾ തുടങ്ങാം. ഏറ്റവും ജോലി സാധ്യതയുള്ള ഓരോ വൻകിട വ്യവസായ സംരംഭങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സ്പെർട്ടുകളെയാണോ വേണ്ടത് ആ എക്സ്പെർട്ടുകളെ നമ്മുടെ ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ 1.5 കൊല്ലമായി വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ജോലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകേണ്ടതില്ല, ഇവിടെ തന്നെ ആർജിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് മികവിൻ്റെ കേന്ദ്രമായി യൂണിവേഴ്സിറ്റികളെ മാറ്റാൻ ഇന്ന് ബജറ്റിൽ പ്രത്യേകമായിട്ട് അലോക്കേഷൻ വെച്ചിരിക്കുന്നത്. അതൊരു ദീർഘകാല പ്രോസസ്സാണ്. ഈ ഗവൺമെൻറ് നല്ല ഊന്നൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്ത് ചോദിച്ച ആശങ്ക പരിഹരിക്കപ്പെടും. ഇത് നന്നായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ നല്ല വശങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ, സോഷ്യൽ മീഡിയ, വിദ്യാർത്ഥികൾ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ, നമ്മുടെ നേട്ടം നമ്മൾ തന്നെ നന്നായി അഡ്വർടൈസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പ്രതിസന്ധി ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അത്തരത്തിൽ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് നോക്കാൻ കഴിയും. അല്ല, പക്ഷേ അരുൺ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആളുകൾ വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ആർജിക്കുക എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ലല്ലോ. അവർ കൂടുതൽ സിവിൽ ലിബർട്ടീസിൽ വിശ്വസിക്കുന്നു, സിവിൽ റൈറ്റ്സിൽ വിശ്വസിക്കുന്നു, അവരുടെ കുറേ എക്സ്പോഷേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ റീസൺ കൂടി ഇതിനകത്തുണ്ടോ? പലതരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇപ്പം ഒരു
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, നല്ല ഒരു വിവാഹം, അതിനുശേഷം നല്ല ജീവിതം, അത്തരത്തിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരുന്ന മാറ്റം, അതിനെ നല്ല രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുമെങ്കിൽ നമ്മളങ്ങനെ വിദേശത്തേക്ക് പോവില്ല. അപ്പോൾ അത്തരത്തിൽ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ഇന്നത്തെ ബജറ്റിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം 60, 70, 80 വയസ്സായവർക്ക്, വയോജനങ്ങൾക്ക് ഒരു പുതിയ ഇന്നിങ്സ് തുടങ്ങാനുള്ള അവസരം. ആ പ്രയോഗത്തിനൊരർത്ഥമുണ്ട്, പുതിയ ഇന്നിങ്സ്. കാരണം അവർ റിട്ടയറായി ഇനി വീട്ടിൽ ഒതുങ്ങിക്കൂടട്ടെ എന്നല്ല, അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് പുതിയ ഇന്നിങ്സ് തുടങ്ങണം. അപ്പോൾ നമുക്കറിയാം വയോജനങ്ങളുടെ എണ്ണം കൂടി വരിക കേരളത്തിൽ. കാരണം ജീവിതശൈലി രോഗങ്ങൾ 40 വയസ്സിൽ തുടങ്ങുമെങ്കിലും റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ആയുർദൈർഘ്യം കേരളത്തിലാണ് കൂടി വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ട്, സംവിധാനമുണ്ട്, സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നല്ല പ്രവർത്തനം, കൂട്ടായിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ ഒരു ബജറ്റ് വരുമ്പോഴേക്കും നിശ്ചിത വിമർശനമായിട്ട് ഇറങ്ങി തിരിക്കുന്നവരും അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അത്തരത്തിൽ ഒരു നല്ല ചർച്ച വരണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, അവിടുന്ന് ഒരാൾ മൈക്കുണ്ട് അവിടെ. ഹലോ ഹലോ പറഞ്ഞോളൂ, അത് ഓണാണ്. ഓണാണ്. ഹലോ. ബജറ്റ് അവതരണം കഴിഞ്ഞു. ഏതൊരു മലയാളിയും ചെയ്യുന്ന പോലെ ഞാനും ആദ്യം തേടിയത് അഭിപ്രായങ്ങളാണ്. ആദ്യം വിളിച്ചത് എന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച എൻ്റെ പ്രൊഫസറെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, രാഷ്ട്രീയം കലർന്ന പല ഉത്തരങ്ങളും ചോദ്യങ്ങളുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അവരെല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഈ ലൈവ് തുടങ്ങിയപ്പോൾ അരുൺ സാർ പറഞ്ഞ ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിൽ ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ആത്മവിശ്വാസത്തിൻ്റെ മൂലധനം എവിടെ എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. നമ്മുടെ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒരു അവ്യക്തത അല്ലെങ്കിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റാണെങ്കിൽ തിരുത്തുക. അഗെയിൻ തൊഴിൽ സാധ്യതകളെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. പ്രവാസം നഷ്ടമാണെന്ന് മന്ത്രി നമ്മുടെ ബഡ്ജറ്റിൽ ഒരു തവണ പറഞ്ഞു. ഇവിടെ നിന്ന് കരകയറി പോകുന്ന പല വിദ്യാർത്ഥികളും, അവരെല്ലാവരെയും ഒരു സ്റ്റുഡൻറ് മൈഗ്രേഷൻ ആസെറ്റ്, അതൊരു കീ ഫാക്ടറായിട്ട് നമ്മൾ ഇനി പ്രൈസിങ് ചെയ്യണം. അവരെയും തിരിച്ച് നമ്മൾ കൊണ്ടുവരണം. പ്രവാസം ഒരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കണം എന്ന് മന്ത്രി പറയുകയുണ്ടായി. പക്ഷേ ഇത് എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പദ്ധതികളിൽ വീണ്ടും അവ്യക്തതയുണ്ട്. 2, തൊഴിൽ സാധ്യതകൾ, ഒരു ഇമ്മീഡിയറ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. പല പദ്ധതികൾ വരുമ്പോഴും ആസൂത്രണങ്ങൾ നടക്കുമ്പോഴും 1-2 വർഷത്തിൽ അതിനുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. 3, ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഭൂമി ലഭ്യത എന്നൊരു വാക്ക് പറയുകയുണ്ടായി. ഭൂമി ലഭ്യതയുടെ കുറവ് കൊണ്ടാണ് ഇവിടെ പല ബിസിനസ്സുകളും വരാത്തത്, അല്ലെങ്കിൽ പല ഇൻഡസ്ട്രീസും പച്ച പിടിക്കാത്തത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കും? ഭൂമി ലഭ്യത എങ്ങനെ ഉറപ്പാക്കും? ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. വീണ്ടും ചോദ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഓക്കെ, ഒന്ന് പറയാം. ഇപ്പം മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഭൂമി ലഭ്യതയുടെ കാര്യം പറഞ്ഞു. ഭൂമി ലഭ്യതയുടെ കാരണമുണ്ട്, ഭൂമിയുടെ വിലയുടെ കാരണമുണ്ട്. കാരണം കേരളത്തിൽ അർബൻ റൂറൽ ഡിവൈഡ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദി അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ അടിച്ചു നോക്കിയാൽ മതി, മറ്റ് നാഷണൽ ആവറേജിനേക്കാളും 3 ഇരട്ടിയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോൾ അതൊരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ വില നാട്ടിൽ ഈ അർബൻ റൂറൽ ഡിവൈഡ് കുറവായതുകൊണ്ട് നാച്ചുറലി വിലയും കൂടുതലാണ്. അതൊരു ഫാക്ടറാണ്. പിന്നെ പൊളിറ്റിക്കൽ റീസൺസ് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഒന്നാമതായി. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ നല്ലൊരു പോയിൻ്റ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ മൈഗ്രേഷൻ, പൊതു മൈഗ്രേഷൻ ഇത്രയാണ്, കേരളം 10ാമതാണ്. പക്ഷേ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2018 നമ്മൾ കണക്കെടുത്തപ്പോഴത്തേക്കും അന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം 1,29,000 ആയിരുന്നു. 2023 കണക്കെടുത്തപ്പോൾ അത് 2,50,000 ആയി. അതായത് 5 വർഷം കൊണ്ട് നേരെ ഇരട്ടിയായി സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ. അതിന് വലിയൊരു കാരണം നേരത്തെ ഇവിടെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ പല റീസൺസ് ഉണ്ട്. പക്ഷേ ഒരു വലിയ റീസൺ കഴിഞ്ഞ 10 വർഷമായിട്ട് TCSും ഇൻഫോസിസും പോലുള്ള വലിയ കമ്പനികൾ പോലും ഈ കുട്ടികളെ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നത് 3.3 ലാക്ക് CTC അല്ലെങ്കിൽ 3.5 ലാക്ക് CTC, അതായത് 30,000 രൂപ പോലും കൈ കിട്ടുന്നില്ല. അത് അവരവിടെ പോയി ജോലി ചെയ്താൽ ഒരു മാസം കിട്ടുന്ന ശമ്പളമാണ്, ഇവിടെ ഒരു വർഷം കിട്ടുന്ന ശമ്പളമാണ്. ഓഫ് കോഴ്സ് സിവിൽ ലിബർട്ടിയോ അതെല്ലാം ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ അതാണ് അതിലോട്ട് ആഡ് ചെയ്യാനുള്ളത്. പഠിക്കാൻ ചെലവഴിച്ച തുക തിരിച്ചു കിട്ടണമല്ലോ, തിരിച്ച് കിട്ടണം. അപ്പോൾ നാച്ചുറലി ആ റീസൺസ് കൊണ്ട് പോകും. പക്ഷേ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ 3 എന്തൊക്കെ കാര്യങ്ങൾ എനിക്കൊന്ന് കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ തന്നെ ഐടോക്ക്, ഇൻസ്പയർ, സോൾട്ട്, റൈസ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇവരെ അവെയർ ആക്കാനും ഇവർക്ക് ഓണ്ടർപ്രണേഴ്സ് സീഡ് ഫണ്ട്സ് കൊടുക്കാനും അസിസ്റ്റൻസ് കൊടുക്കാനും ഓണ്ടർപ്രണേഴ്സ് മീറ്റുകളുണ്ട്, ഇന്നോവേറ്റേഴ്സ് മീറ്റുകളുണ്ട്. അതൊന്നും കുട്ടികൾക്ക് അറിയത്തില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേയൊക്കെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലുണ്ട്, ഇതിനെ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യാം, എവിടുന്ന് പൈസ കിട്ടാമെന്നൊരു വ്യക്തതയുണ്ട്, ഒരു പക്ഷേ അവർ നിന്നേക്കാം. ശ്രീ മാർട്ടിൻ വ്യക്തതയില്ലാത്ത ബജറ്റാണെന്ന് പറഞ്ഞു. വ്യക്തതയില്ല. അതെ, തൊഴിലിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതിൽ മുഖ്യമായിട്ട് കടന്നു വന്നത്. കൃത്യമായിട്ട് തൊഴിൽ ഒരു തിരിച്ചറിവ് വീണ്ടും ബഡ്ജറ്റിനുണ്ട്. ആ ബഡ്ജറ്റിലുള്ള തിരിച്ചറിവ് എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ വലിയ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡർ ഇനി ആയിരിക്കില്ല.
നിങ്ങൾ തൊഴിൽ കണ്ടെത്തേണ്ടത് സ്വകാര്യ മേഖലയിലാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് വ്യവസായത്തിന് നൽകിയിട്ടുള്ള ഒരു ഊന്നൽ, ഒരു പഴയതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് മൈക്രോ എൻ്റർപ്രൈസസ്, നമ്മുടെ ഇവിടെ ഇപ്പം നാനോ എൻ്റർപ്രൈസസ് നന്നായിട്ട് വളരുന്നുണ്ട്. അത് വലിയൊരു സാധ്യതയാണ്. ആ നാനോ എൻ്റർപ്രൈസസിനോടൊപ്പം മൈക്രോ എൻ്റർപ്രൈസസ് കേന്ദ്ര ബഡ്ജറ്റിലെ റീഡിഫൈൻ ചെയ്ത ക്രൈറ്റീരിയ റീഡിഫൈൻ ചെയ്തത് കൂടി നമുക്ക് അനുകൂലമാകുകയാണ്. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസസ്, മീഡിയം, സ്മോൾ, ഇതിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന നോളജ് ഇൻഡസ്ട്രി, നമുക്കെപ്പോഴും മാനവ വികസന ശേഷി അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേരളത്തിന്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ നോളജ് ഇൻഡസ്ട്രിയെ ഇൻക്ലൂഡിങ് IT-യെ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇത് മൈഗ്രേഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതൊരു പൊളിറ്റിക്കൽ പ്ലസ് സോഷ്യലാണ്. എനിക്ക് ആ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ പ്ലസ് സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം മൈഗ്രേഷന് പോകുന്നത് ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ പഠിക്കാനായിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് കൂടുതൽ ഇപ്പോൾ പോകുന്നത്. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ കുട്ടികളെക്കാളും ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവിടുത്തെ പഠിത്തം വേണ്ട എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട്. രണ്ടാമത് ഇവിടെ തൊഴിൽ കൊടുക്കുന്നില്ല. ആ തൊഴിൽ കൊടുത്താൽ തന്നെ ആ തൊഴിലിൻ്റെ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. വീണ്ടും നമ്മളുടെ ജോലി എവിടെയാണ് കൂടുന്നത്? ഗിഗ് വർക്കേഴ്സായിട്ടാണ്, ഇൻഫോർമൽ വർക്കേഴ്സായിട്ടാണ്. ഇനി ഫോർമൽ സെക്ടറിൽ തന്നെ ക്വാളിറ്റി ഓഫ് ജോബ്സ് 75 മണിക്കൂറും 90 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യണമെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ വിദേശത്ത് ഒരു ആശ്രയം കാണുകയാണ്. ഒന്നാമത് അവിടെ പോയി കൂടുതൽ ജോലി ചെയ്താലും വേണ്ടില്ല, വലിയ ശമ്പളം കിട്ടുമല്ലോ എന്ന്. അതിൻ്റെ ഒരു തിരിച്ചറിവ് ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് കൊണ്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അനേക ബഡ്ജറ്റ് വേണ്ടി വരും. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു 8-10 കൊല്ലത്തിനകത്ത് മാത്രമേ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിലും ഉണ്ടായാൽ അത് വലിയ കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ ഭൂമിയായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ബഡ്ജറ്റ് ആദ്യം തന്നെ, ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കേരളത്തിലെ അർബൻ റൂറൽ ഡിവൈഡ് കുറഞ്ഞു വരുന്നു. മാത്രമല്ല 2030 കേരളത്തിൻ്റെ 70% ജനങ്ങളും അർബൻ ഏരിയയിലായിരിക്കും ജീവിക്കുക എന്ന് ബഡ്ജറ്റ് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥലപരിമിതി എന്ന് പറയുന്ന പ്രശ്നം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല കേരളത്തിൻ്റെ 33% വനമാണ്. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഓഫ് ലാൻഡ്, അവൈലബിൾ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്ന സ്ഥിതിയുണ്ട്. ഹൈലി തിക്ലി പോപ്പുലേറ്റഡ് ആണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമുക്കൊരു പരിഹാരം എന്ന് പറയുന്നത് വലിയ തോതിൽ ലാൻഡ് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് കേരളത്തിൽ ഇനി സ്കോപ്പില്ല. ഏതായാലും കേരള സർക്കാർ എനിക്ക് തോന്നുന്ന ഒരു 4-5 കൊല്ലം മുമ്പ് തന്നെ ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ലാൻഡ് അധികം ആവശ്യമില്ലാത്ത ഏരിയകൾ കൂടുതൽ ആ രീതിയിൽ, പ്രത്യേകിച്ച് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന, വിവരസാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുന്ന മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ റിട്ടേൺ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ച ക്വസ്റ്റ്യൻ, ആ ആങ്സൈറ്റി കറക്റ്റാണ്. 1-2 കൊല്ലത്തിനകം അവർ പാസ്സായി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരർത്ഥത്തിൽ. പക്ഷേ ആ ഒരു കാര്യം ചിലപ്പോൾ ആ രീതിയിൽ ഒരു ലോങ് റണ്ണിലായിരിക്കാം, കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഷോർട്ട് ടേമിലും ലോങ് ടേമിലും. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ ബജറ്റുകളിൽ പറയുന്ന പ്രഖ്യാപനങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ ബജറ്റിൽ അതേക്കുറിച്ച് ഒരു സംസാരമേ ഇല്ല, അത് എവിടെ എത്തി എന്നുള്ള പല പദ്ധതികളും നടന്നിട്ടുമില്ല. പലതിലേക്കും നീക്കിവെച്ച തുക ഉപയോഗിച്ചിട്ടില്ല. 25%, 20% ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല. ഒരു സർക്കാരിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു തുടർച്ച ഉണ്ടാവണം. കറക്റ്റാണ്. കുറച്ച് നാൾ മുമ്പായിട്ട് നമ്മുടെ വിദഗ്ധരുടെ ഇടയിൽ ഒരു അഭിപ്രായമാണ് പെർഫോമൻസ് ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതൊരു വലിയ വിഷയമാണ്. കാരണം ഒരു ബഡ്ജറ്റിൽ പറയുന്നൊരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 7 ബഡ്ജറ്റ്, ഈ ഫെബ്രുവരി 7 അത് നടപ്പാക്കി കാണിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ വിദേശ സർവകലാശാലകൾ വരുന്നു, അത് നയപരമായി തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷേ നയപരമായും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം പ്രഖ്യാപനത്തിൽ വന്നുകൂടായിരുന്നു, അതൊരു കാര്യം. അപ്പോൾ ഇപ്രാവശ്യം അതിന്മേൽ എന്തെങ്കിലും മേൽ നടപടി ഉണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നെങ്കിൽ അതിന് റീസൺ ഉണ്ടാവും, അത് പറയണം. ഒന്നുമില്ല, അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ടെക്നോളജി ഡ്രൈവ് ചെയ്യുന്ന ഇൻഡസ്ട്രികളാണ്. ഇപ്പോൾ നമ്മൾ ഡീപ് സീക്കിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അത്
ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് വെറും നിസ്സാരമായ തുകയ്ക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളിലും മൈൻഡ് സെറ്റിലും ഒരു വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു, വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക, നമുക്ക് പരിചയമുള്ള പല ആളുകളോടും ചെയ്യും. ഇപ്പോൾ റഷ്യൻ പഴയ സോവിയറ്റ് യൂണിയൻ്റെ രാജ്യങ്ങളിൽ MBS പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. 3 വർഷം കഴിഞ്ഞൊരു വിദ്യാർത്ഥിയോട് അനാട്ടമിയിൽ എന്താ പഠിച്ചതെന്ന് ഇവിടുത്തെ ഒരു BSc നഴ്സിംഗ് വിദ്യാർത്ഥി ചോദിച്ചു. അപ്പോൾ ഈ അനാട്ടമി എന്താണെന്ന് പോലും അവിടെ വലിയ പിടിയില്ല ആ വിദ്യാർത്ഥിനിക്ക്, മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എന്തോ വിദ്യാർത്ഥികളെ നമ്മളിവിടെ ഈ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ഈ പോകുന്നവർക്ക് എല്ലാം കിട്ടുന്നതെന്ന് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. കാരണം നമ്മളെപ്പോലുള്ള തേർഡ് വേൾഡ് നേഷൻസിൽ നിന്ന് കുട്ടികളുടെ ഒരു ഫ്ലോ ഇങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിവിധ സർവകലാശാലകൾ യാതൊരു ഇൻ്റർനാഷണൽ റേറ്റിങ്ങും ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ ഫീസ് മാത്രം പിടുങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നിട്ടുള്ള ഒരുപാട് സർവകലാശാലകളുണ്ട്. പോയിട്ട് കുട്ടികൾ അവിടെ വിഷമിക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. അവിടെ പ്ലേസ്മെന്റും അധികം ഇതിനകത്ത് UK-യിലുള്ള പല ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള കുട്ടികളെ എനിക്ക് പലരും അറിയാം. അവർ പലരും മനസ്സിലാക്കുന്നത് ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ഈ പ്ലേസ്മെന്റ് ഇല്ല എന്നുള്ള വാസ്തവം ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഓർഗനൈസേഷൻ ഒരു തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ എനിക്ക് നേരിട്ടൊരു അനുഭവം, എൻ്റെ തന്നെ ഒരു ജീവിതം ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യകാലത്ത് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. ഉണ്ണിസാറൊക്കെ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ ഞാൻ 2003 സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്താണ്. അവിടെ ചെന്ന് അവിടെ പഠിക്കാൻ ശ്രമിച്ചു. അവിടുന്ന് പിന്നെ US പോയി. ഇപ്പോൾ ട്രംപിൻ്റെ ഇന്നത്തെ കാലത്തായിരുന്നു ഞാനൊക്കെ ഇന്ന് അവർ പിടിച്ച് തിരിച്ചേക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേനെ. അവിടെ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഇവർ ഈ പറയുന്ന ഒന്നുമല്ല സത്യം, ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ യാതൊരു ക്വാളിറ്റിയില്ലാത്ത എഡ്യൂക്കേഷനാണ്. സാറ് പറഞ്ഞ സത്യമാണ്. കാരണം ഞാനവിടെ കണ്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ IIM IIT പോലുള്ള അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി പോലുള്ള സ്ഥലങ്ങളിൽ പഠിച്ചു വന്ന ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ പഠിച്ച ആൾക്കാർക്ക് അവിടെ സർട്ടിഫിക്കറ്റ് വെച്ചാൽ അവിടെ ജോലി കിട്ടുന്നില്ല. അവിടെ എല്ലാം ഈ പ്രായമുള്ള ആൾക്കാരെ നോക്കാനും അല്ലെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യാനും മാത്രമാണ് നമ്മുടെ ഇവിടുന്ന് പിള്ളേർ പോയിട്ട് ചെയ്യുന്നത്. അതേസമയം അവിടെ പഠിച്ച ഒരു കുട്ടിയും അവിടുത്തെ ഡിഗ്രി കൊണ്ട് അവിടെ നല്ല ജോലിയിൽ കയറാറില്ല. എക്സെപ്റ്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഈ 2 മേഖലയും സത്യമാണ്, അവിടെ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചാൽ മതി മനസ്സിലായല്ലോ. അല്ല, രണ്ട് ഇപ്പോൾ പ്രൊഫസർ ശ്രീജേഷ് ഇവിടെ ഉണ്ട്, IIM പ്രൊഫസറാണ്. നല്ല സ്ഥാപനങ്ങളിൽ നല്ലതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ സ്ഥാപനങ്ങളും നല്ലതാണ്, എന്നാലും അതിൻ്റെതായ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ സർവകലാശാലകളിൽ ഇങ്ങനെയാണ്, MG യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു റാങ്കിങ് ഉണ്ടെന്നുള്ള ഇതുപോലെയൊക്കെ നോക്കി നന്നായിട്ട് അതിനാണല്ലോ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം തന്നെ. ഇതുപോലെ നമുക്ക് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചോയ്സ് എടുത്ത് നല്ല സ്ഥാപനത്തിൽ പഠിച്ച് നല്ല മാർക്കും ഒക്കെ നേടിക്കഴിഞ്ഞാൽ ആരും പുറത്തു പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വേറെ ഒരു കാര്യം കൂടെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാം ഇതിനകത്ത്. ഇവിടെ പ്രോപ്പറായിട്ട് എൻട്രൻസ് പഠിക്കുകയും ഈ സമയം വേസ്റ്റ് ചെയ്യാതെ, ഈ വിദേശത്തേക്ക് പോകുന്ന പൈസ കളയാതെ, അച്ഛനമ്മയുടെ പൈസ കളയാതെ, ലോൺ എടുക്കാതെ മര്യാദയ്ക്ക് ഇവിടെ എൻട്രൻസ് പഠിച്ചാൽ, ഈ IIM IIT പോലുള്ള സ്ഥലങ്ങൾ കിട്ടിയാൽ ഇവർക്ക് സ്കോളർഷിപ്പോടുകൂടിയാണ് പോകുന്നത്, ഇവർ ജോലിയോടുകൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ പഠിച്ച് സ്കോളർഷിപ്പോടുകൂടി പോട്ടെ. ഇതെല്ലാം ഈ 20-25 ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുത്ത് അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ സ്വീകരിക്കാൻ പോലും ആരുമില്ല, എങ്ങോട്ട് പോയി താമസിക്കണം പോലും അറിയാൻ പോലും ആരുമില്ല. അവിടെ ചെന്നാൽ എവിടെ പോകണം? സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ എൻ്റെ ഉണ്ണിസാറിൻ്റെ കാലത്തെ പാരലൽ കോളേജുകളുണ്ട്, ആ സംവിധാനം മാത്രമാണ്. സെക്കൻഡറി 2 രീതിയിലാണ് വിദ്യാഭ്യാസം. പ്രധാനപ്പെട്ട ഇപ്പോൾ കാനഡയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോ കൊടുക്കുന്ന ഡിഗ്രി അല്ല അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. ഈ 2 തട്ടിലാണ് കാണുന്നത്. അതേസമയം ഇവരെല്ലാവരും പ്രോപ്പറായിട്ട് പഠിക്കട്ടെ, പഠിച്ച് എൻട്രൻസ് ചെയ്തിട്ട് IIM പോട്ടെ. IIM സ്റ്റുഡൻസിന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുകയാണെങ്കിൽ പറയാൻ പറ്റും നല്ലോണം. തീർച്ചയായും. അവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ പേര് ഗ്ലാഡ്വിൻ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് എന്താണെന്നോ രാഷ്ട്രീയബോധം എന്താണെന്നോ അറിയാതെ വളർന്നു വരുന്നൊരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 5 വർഷം, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെ വരുന്നൊരു തലമുറയായിരിക്കും മോസ്റ്റ്ലി ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അങ്ങനെയുള്ളവരെ ഒന്ന് മാറ്റി ഇത് വരുന്ന തലമുറയ്ക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരുകൾക്കോ ഇപ്പോൾ നമ്മുടെ മീഡിയയ്ക്കോ എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് എൻ്റെ രാഷ്ട്രീയം. എല്ലാ ബാധ്യതയും ഏറ്റെടുക്കാൻ സർക്കാരിന് പറ്റില്ല. കാരണം കേരള വളരെ
പേര് കേട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവോൾവ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരത് ഉപയോഗിക്കുന്നില്ല എന്നൊരു വിഷമം മാത്രമാണ്. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് സർക്കാരുകളെല്ലാം കറപ്റ്റാണ്, അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായ കേരളം ഒരു പൗരത്വ ബോധത്തിൽ വളരെ പിന്നോക്കാണ്. ബാക്കി എല്ലാം നമ്മൾ വെസ്റ്റേണേഴ്സിൻ്റെ അഡോപ്റ്റ് ചെയ്യും. അവരുടെ ഒരു ഇന്ത്യമാരിലുള്ള ഒരു ഡെമോക്രസിക്ക് ആവശ്യമുള്ള ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിൽ വളരെ മോശമാണ്. എത്ര പേര് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോവുകയോ അവിടുത്തെ ഒരു ബഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്യുകയോ അതിലൊരു ഒന്നുമില്ല ഒരു ട്രാൻസ്പെറൻസിയോ അക്കൗണ്ടബിലിറ്റിയോ എങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെറുപ്പക്കാരവിടെ മാറി നിൽക്കുക അല്ല വേണ്ടത്. നിങ്ങൾ അതിന്റെ കൂടെ ഗ്രാമപഞ്ചായത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഇവിടെ അതിന് സാറേ ഒരു വാക്കുണ്ട്, ഗ്രാമസഭ. അതായത് ഒരു വാർഡിൽ എത്ര വീടുണ്ട് ആ വീട്ടിലെല്ലാം പഞ്ചായത്ത് മെമ്പറും ഓതറൈസ്ഡ് പേഴ്സൺ പോയി കത്ത് കൊടുത്തിട്ടാണ് ഗ്രാമസഭ കൂടുന്നത്. ആ ഗ്രാമസഭയാണ് ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്. പ്രപ്പോസൽ, അതിന് ബഡ്ജറ്റ് എത്ര വരും, എത്ര തുക വരും, എവിടെ നിന്ന് തുക വരും, അത് തന്നെ. അത് ആ തദ്ദേശം നമുക്കറിയാലോ, ജനകീയാസൂത്രണം നടപ്പാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ കുട്ടികളെല്ലാം അവരവരുടെ വാർഡ്, അവരവരുടെ ഗ്രാമം, അവിടുത്തെ വികസനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് പഠിക്കാൻ കഴിയും. പിന്നെ ആദ്യം സ്ഥലത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചല്ലോ. ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാം പേരിലുള്ള ബൾക്കായിട്ട് കിടക്കുന്ന ഭൂമി, ആ ഭൂമി ഏറ്റെടുത്ത് ഇത്തരത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്നവർക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ 2 സ്ഥലം, ഒന്ന് തൊട്ടപ്പുറത്ത് HMT ഒരു കാലത്ത് ഏറ്റവും വലിയ സംവിധാനമായിരുന്നല്ലോ, സംരംഭമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി. ആ HMTയുടെ സ്ഥലം എത്രയാണ് കിടക്കുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയുടെ ബിൽഡിംഗ് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് HMTയുടെ സ്ഥലത്തിലേക്കാണ്. ഒരു പാർട്ട് സ്ഥലം മതി. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുപാട് നോക്കിയപ്പോൾ FACT വള നിർമ്മാണത്തിൽ ഒന്നാമതായിരുന്നു. ഇപ്പോൾ അത്തരം വളത്തിൻ്റെ ഇതില്ല, വേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ അലോക്കേഷൻ ഉള്ളത് സംരംഭം തുടങ്ങാൻ തയ്യാറായി വരുന്നവർക്ക് ഇത്തരത്തിൽ കിടക്കുന്ന സ്ഥലം അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമത്തിലും മറ്റ് സംവിധാനത്തിലുമുള്ള കുറവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികൾ ചോദിച്ച പോലെ സംരംഭം തുടങ്ങാൻ തയ്യാറാണോ ഈ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം ഒരുക്കും. 1 ലക്ഷം സംരംഭമാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. എണ്ണി വന്നപ്പോൾ 1,41,000 സംരംഭം ഒറ്റ വർഷം തുടങ്ങി. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. നമ്മൾ ബജറ്റ് സംബന്ധിച്ച ചർച്ച തുടരുകയാണ്. സുജയ പാർവതിയുമുണ്ട്. സുജയ വരൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ അവരുടെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അവിടെ ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേര് ഷെറിൽ. എൻ്റെ ചോദ്യം ഇതാണ്, കമ്പനീസൊക്കെ കേരള വിട്ട് പോകുന്നത് എന്തുകൊണ്ട്? ബാക്കി സ്റ്റേറ്റ്സൊക്കെ കമ്പനീസ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കേരള വിട്ട് പോകുന്നത് എന്തുകൊണ്ട്? അത് കേരള യൂണിയൻ്റെ അൺനെസസറി ഇൻ്റർഫിയറൻസ് കൊണ്ടാണോ? എക്സാമ്പിളായിട്ട് കിറ്റെക്സിന് എടുക്കാം. കിറ്റെക്സ് ഒരു നല്ല ഉദാഹരണമാണോ? കിറ്റെക്സ് നല്ല ഉദാഹരണമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ആപ്പിൾ, കർണാടകത്തിൽ ഇതുപോലെ നിരവധി വിദേശ കമ്പനികൾ വരുന്നു, 10,000-കണക്കിന് തൊഴിലുകൾ കൊടുക്കുന്നു. ഇവർക്ക് ആർക്കും കേരളം വേണ്ട. അത് വളരെ ഗൗരവമായിട്ട് വിലയിരുത്തി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യത്തിനും കൂടെ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം നേതാക്കന്മാരെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. നേതാക്കന്മാരുടെ മക്കളും ഭാര്യ അവരെല്ലാം വിദേശത്താണ്. നേതാക്കന്മാർക്ക് അസുഖം വന്നാൽ ഉടനെ വിദേശത്താണ് പോകുന്നത്. അപ്പോൾ നേതൃത്വം മാതൃക കാണിച്ചു കൊടുക്കുന്നത് തന്നെ വിദേശമാണ് നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും കേരളത്തിൽ വരുന്ന സമയത്ത് അതിന് എതിരായിട്ട് ഉള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. മുൻ അമേരിക്കൻ അംബാസഡറായ TP ശ്രീനിവാസനെ അടിച്ചു വീഴിച്ചിട്ട് 16 കൊല്ലം കഴിഞ്ഞപ്പോൾ പറയുക വിദേശ സർവകലാശാല നല്ലതാ, സ്വകാര്യ സർവകലാശാല നല്ലതാ, മന്ത്രിസഭ കൂടി അനുവാദം കൊടുക്കുക. ഇവിടുത്തെ നിയമനം നോക്കൂ. ഇന്നിപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞു 8,393 പേർക്ക് സ്ഥിര നിയമനം കൊടുത്തു, 39,793 പേർക്ക് താൽക്കാലിക നിയമനം കൊടുത്തു. ഈ താൽക്കാലിക നിയമനം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ ഇതെല്ലാം കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത്. പിന്നെ വിദേശത്ത് പോകുമ്പോൾ സാമ്പത്തിക ഭദ്രത, ജീവിത നിലവാരം, പുതിയ തലമുറയെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനുള്ള നല്ല അന്തരീക്ഷം, മറ്റെല്ലാം അവിടെയുണ്ട്. എന്നാൽ ഇതൊക്കെ ഇവിടെ എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല? സ്വന്തം മക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇതെല്ലാം വിദേശത്ത് പോയി അവയിൽ ചെയ്യുന്ന നേതാക്കന്മാർ ഭരിക്കുന്ന നാട്ടിൽ ഇതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് കുട്ടികൾ വിദേശത്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സാർ ചൂണ്ടിപ്പാണിച്ചത് വലിയൊരു കാര്യമാണ്. വിദേശത്ത് പോകുന്ന മുഴുവൻ ഒരു 80% കുട്ടികളും അവിടുത്തെ പാരലൽ കോളേജിലേക്കാണ് പോകുന്നത്. പാരലൽ കോളേജിന് അവിടെ വിളിക്കുന്ന പേര് യൂണിവേഴ്സിറ്റി എന്നാണ്.
അവിടെ അപ്പോൾ അങ്ങനെ ചതിക്കുഴികളിലേക്കെങ്കിലും പോകാതിരിക്കാനുള്ളൊരു മാർഗ്ഗനിർദ്ദേശം പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. വിദേശത്ത് പോയി ചതിക്കുഴി പെടാതിരിക്കാൻ എന്ത് വേണം, ആ വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുക്കാൻ എന്ത് വേണം, പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് എങ്ങനെ മാതൃക കാണിക്കണം, ഇതൊക്കെ തന്നെ കേരളം മാറ്റി ചിന്തിക്കേണ്ട, മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ്. ഇന്നലെ എതിർത്തതിനെ ഇന്ന് അംഗീകരിക്കുന്നു. 16 വർഷം മുമ്പ് ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയവർ തന്നെ ഇന്ന് അതേ കാര്യം നടപ്പാക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഉദാഹരണമുണ്ട്, ഞാൻ കൂടുതലായി പോകുന്നില്ല. ശരി, പ്രൊഫസർ ശ്രീജേഷൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉണ്ടാവും. പ്രധാനമായിട്ടും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും കുട്ടികളെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡിഗ്രി വളരെ സുപ്പീരിയർ ഡിഗ്രി ആണെന്നൊരു വെപ്പുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ തന്നെ നമുക്ക് എത്രയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷേ അതേ സമയത്ത് ഇവിടുന്ന് കുട്ടികൾ ഒരു എക്സാമും ഇല്ലാതെ അവിടെ പോയി അറ്റൻഡ് ചെയ്തു, ഈസി ആയിട്ട് അഡ്മിഷൻ മേടിച്ചു. പക്ഷേ അവരവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്ന് വീണ്ടും ഇവിടെ ജോലി നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു പല ആൾക്കാരും. ഇപ്പം തന്നെ പ്രൊഫസർ സന്തോഷ് കുമാറിൻ്റെ മോൻ എനിക്ക് പേഴ്സണലി അറിയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഇപ്പം വിദേശ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് വിദേശത്തേക്ക് തിരിച്ച് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചായി ഇവിടെ അല്ലേ പഠിച്ചത്? കറക്റ്റ്. IIT Kharagpur. എവിടെയാണത്? Kharagpur അല്ലേ? Kharagpur. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ ലീഡിങ് കമ്പനീസ് എല്ലാം ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഉള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ലീഡിങ് കമ്പനീസ് നോക്കൂ, അവർ ടോപ്പ് 10 കമ്പനീസ് നോക്കൂ, അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. സോറി ടു ഇൻ്റർഫിയർ, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്കോ സിസ്റ്റത്തിൽ, അതായത് ഒരു എഡ്യൂക്കേഷണൽ എക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കേരളത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ സെനാറിയോയേക്കാൾ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് നമുക്കത് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നിലവിൽ കൂടുതൽ കുട്ടികളും ഒരു 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് അവർ പുറത്തു പോകുന്നതിനെക്കുറിച്ചാണ് പിയർ ഗ്രൂപ്പിൽ ചർച്ചകൾ നടക്കുന്നത്. അവർക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. നമ്മൾ ഓൾ ഇന്ത്യ എന്നതിനപ്പുറം കേരളത്തിൽ നിൽക്കാൻ അവർ എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നതുകൂടി നമ്മളൊരു പഠന വിഷയമാക്കേണ്ടതല്ലേ? അതെ, ഇപ്പം ഞാൻ IIM നിന്നാണ് വരുന്നത്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5% 6% സ്റ്റുഡൻസ് മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പേരൻസ് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്തങ്ങ് പോവുകയാണ്. മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു MBA ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വളരെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. 21 IIMs ഉണ്ട്. അതേ തരത്തിൽ 21 22 IITs ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇവരാരും തന്നെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ആരും തന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ഒരു മൈൻഡ് സെറ്റാണ്, കുട്ടികളുടെയും പേരൻസിൻ്റെയും മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി ഈ ബജറ്റിലൊരു വിഭാവനം വേണ്ടതായിരുന്നില്ലേ? കാരണം കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഈ പെർസെപ്ഷൻ വളരെ പ്രധാനപ്പെട്ട. അതെ, ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയോ ഫെയിലിയർ ആവുന്നു. പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇവർക്കുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള വിഭവങ്ങൾ ഇപ്പം ഈ എക്യുപ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏതിനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒരു അവ്യക്തത ഈ പറഞ്ഞ കുട്ടികളിലുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ, ശ്രീജേഷ് സാറ് പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചെറുപ്പകാലം മുതൽ ഇത് തിരിച്ചറിയാനാവാത്ത അവസ്ഥ മുതൽ തന്നെ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ മൈൻഡിൽ വെച്ച് പോകുന്ന ആൾക്കാർക്ക് ഇവിടെയുള്ള വിഭവങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഇന്നത്തെ ബഡ്ജറ്റിലൂടെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുണ്ടായ ബഡ്ജറ്റിലൂടെയും എന്തൊക്കെ ഇവിടെ ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ ഈ മൈഗ്രേഷൻ കുറയ്ക്കാൻ ശ്രമിച്ചാലും നടക്കാം, ഈ പറയുന്ന ഈ പെർസെപ്ഷൻ മാറിക്കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി ബഡ്ജറ്റിൽ ഈ പെർസെപ്ഷൻ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേക അലോക്കേഷൻ തന്നെ നടത്തേണ്ട രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ. അതാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനായാലും വിദ്യാഭ്യാസ വകുപ്പിനായാലും കുട്ടികൾക്കിടയിൽ, അതായത് ഒരു ബഡിങ് ജനറേഷനെ ആ രീതിയിൽ തന്നെ അവർക്ക് അപ്പോൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മകൾ ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ ഇപ്പോഴേ പറയുന്നത് എനിക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യണമെന്നാണ്, ഇന്ത്യയിൽ ജോലി ചെയ്യണമെന്നാണ്. ജർമ്മനിയെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ കുട്ടി അത് പറയുന്നത് എന്നുള്ളതാണ്. ഞാനതാണ് പേഴ്സണൽ എക്സാമ്പിൾ തന്നെ സൈറ്റ് ചെയ്തത്. മാത്രമല്ല പിയർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജർമ്മനിയിലാണ്, ഇന്ത്യയിലല്ല. അപ്പോൾ കേരളത്തിൽ അവർക്ക് ഒരു സ്റ്റഡീസ് അപ് ടു +2 വരെ മതി എന്നുള്ളതാണ് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച. അപ്പോൾ നമ്മുടെ ഓൺ സറൗണ്ടിങ്സിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇത്തരം ചർച്ചകളാണ്. ഈ ഒരു ബഡിങ് ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ അവരാണല്ലോ. അതിന് മറുപടി പറയട്ടെ. ഈ കേരളത്തിൽ നിന്ന് പഠനത്തിനോ ജോലിക്കോ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടങ്ങിയതല്ല.
നവോത്ഥാന നേട്ടങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ അന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോയത്. ഇപ്പോഴാണ് യൂറോപ്യൻ കൺട്രീസ് പോയത്. ഇത് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പ്രചരണം എന്താ? കേരളത്തിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ. ആദ്യം ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്ത് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം സംസ്ഥാന ബേസിലെടുത്ത് നോക്കിയാൽ 10ാം സ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾ പോകുന്ന 9 സ്റ്റേറ്റ് ഉണ്ട്. പക്ഷെ പ്രചരണം എന്താ? കേരളത്തിൽ നിന്ന് മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. ഇപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, കിറ്റെക്സ് പോയി. പോയ സാഹചര്യം അതെന്നാ പോയത്? 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28ാം സ്ഥാനത്താണ്. അതായത് 28 സംസ്ഥാനമുള്ളതിൽ പുറകിൽ നിന്ന് ഒന്നാമതാണ് നമ്മൾ. കഴിഞ്ഞ വർഷം നമ്മൾ 15ാമതായി, ഈ വർഷം നമ്മൾ 1ാമതായി. അതിനുശേഷം ഏതെങ്കിലും കമ്പനി പോയിട്ടുണ്ടോ ഇവിടുന്ന്? ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തന്നെ കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുക. TCC അടക്കം വ്യവസായ മന്ത്രിയുടെ ഇടയ്ക്കുള്ള പോസ്റ്റിംഗ്, വൻകിട സംരംഭകരെല്ലാം കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ് കുട്ടികൾ. കാരണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് ആദ്യം ഞാൻ സൂചിപ്പിച്ചു, സാമ്പത്തിക സാഹചര്യം, സാമൂഹിക സാഹചര്യം ഉണ്ട്. പണ്ട് ഇവിടെ ഒന്നും വരില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ സമരമുണ്ടായ സ്റ്റേറ്റ് ഏതാണെന്നറിയൂ? തമിഴ്നാടാണ്. സമരം മോശമെന്നല്ല, സമരം ഉണ്ടാവും. തൊഴിലാളി ഉണ്ടോ, യൂണിയൻ ഉണ്ടോ, സമരം ഉണ്ടാവും, ആവശ്യങ്ങൾ മേടിക്കും. പക്ഷേ കേരളം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ രംഗത്ത് നമ്മൾ ഏറ്റവും കോടിയിലായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ ആരും അഡ്വർടൈസ് ചെയ്യുന്നില്ല. അതെ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു അവയർനെസ് എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നതിലാണ് ലാക്ക് ചെയ്യുന്നത്. വിവരമില്ലായ്മ എന്നൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരുടെയും വിചാരം അക്കരെ പച്ച. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് വളരെ വളരെ സുഖകരമാണ് എന്നൊരു ധാരണയാണ്. പേടിയാവും. അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫെസിലിറ്റീസ് കേട്ടാൽ പേടിയാവും. നമുക്കൊരു പനി വന്ന ഡോക്ടറെ കാണണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. പേഴ്സണൽ അനുഭവമാണ്. എൻ്റെ നെവ്യൂ സ്കോട്ട്ലൻഡിലാണ്. അവനൊരു കളിച്ച് ഷോൾഡർ ഡിസ്ലൊക്കേഷനായിട്ട് പറയാൻ എൻ്റെ ബ്രദർ ഡോക്ടറായിട്ടും കൺസൾട്ടൻ്റായിട്ടും 6 മാസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് കാണാൻ ഒരിതിന്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനാണ് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കണ നമുക്ക് ഇവിടെ എത്ര നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ കേരളയിലെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം പേരെയും വിശ്വസിക്കാം. അവർക്ക് വിവരമുണ്ട്, കഴിവുണ്ട്. ഇത് മനസ്സിലാക്കുന്നില്ല. ഇവരെ വിചാരം അവിടെ പോയ എല്ലാം ഇത് അറിയുന്നില്ല കുട്ടികൾ. പ്രധാനപ്പെട്ട പങ്കുണ്ടല്ലോ. ഒരു പോയിന്റും കൂടെ, ഇത് പലരും വിചാരിക്കുന്നത് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ഹെവി സാലറിയാണ് പേ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പർച്ചേസിങ് പവർ പാരിറ്റിയിൽ നോക്കുമ്പോൾ ഒരു അധ്യാപന നിലയ്ക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു $2.5 യൂറോസ് കൊടുക്കണം ഈ ഒരു വാട്ടർ ബോട്ടിലിന്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വാട്ടറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്, 2.5 യൂറോസ്. അപ്പോൾ നമ്മളത് സ്പെൻഡ് ചെയ്തിട്ട് അവിടെ താമസിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം രൂപ ഇവിടെ കിട്ടുന്നോ നമുക്കൊരു 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഇവിടെ ഒരു ഊണ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒരു തരത്തിലും ഗെയിൻ ചെയ്യുന്നില്ല. നമ്മളെ നാട് മിസ് ചെയ്യുന്നു. Very high. 40-45% average taxation in UK. Yes. So ultimately you are not gaining something, nothing, absolutely zero gain. സോ നമ്മൾ നമ്മുടെ ഒരു ജെൻസി അല്ലേ, നിങ്ങളുടെ ഒരു ജനറേഷനെ പറയുന്നത് ജെൻസി, ആ ഒരു കാറ്റഗറിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതല്ല. അല്ല, ഒരു മിനിറ്റ്. ഈ അമേരിക്കയിൽ ഇപ്പോൾ അവരുടെ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നേരെ സാലറിയിൽ നിന്ന് 30-35% ഇൻകം ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും. മിനിമം 15% എങ്കിലും അവർക്ക് ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല ആ രാജ്യങ്ങളിൽ. അതുപോലെയാണ് അവരുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് 50-55% നേരെ തന്നെ നമ്മുടെ ഇൻകത്തിൽ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മൾ കേരളം എടുക്കുക, നമ്മൾ ആവറേജ് ഒരു കേരള സമൂഹത്തിൽ ഒരു പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിൽ, G20 കൺട്രീസിൽ കണക്കുകൾ പ്രകാരം ആവറേജ് മാൻ നികുതിയായിട്ട് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള നികുതികളുണ്ട്. ഇൻകം ടാക്സ് ആവട്ടെ, GST ആവട്ടെ, എല്ലാ തരത്തിലും ഭൂനികുതി എല്ലാം കൂടി ആവറേജ് 20% താഴെയാണ്. അവിടെ അതേസമയത്ത് ആവറേജ് ഈസ് എബോവ് 50%. ഇനി വേറൊരു മാഡം പറഞ്ഞൊരു എക്സാമ്പിൾ, എൻ്റെ ഒരു കസിൻ UK വർക്ക് ചെയ്യുന്നു. ആ പുള്ളിക്കാരത്തേക്ക് പല്ലിന് വേദന വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ 6 മാസം വേണമെന്ന് പറഞ്ഞു. നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അവർ ലീവ് എടുത്ത് കേരളത്തിൽ വന്നു, 1 മാസം ട്രീറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി ഒരു 15,000-20,000 സ്പെൻഡ് ചെയ്തു, തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് ചെറിയൊരു അഡീഷൻ ചെയ്യുക. ഇപ്പം നേരത്തെ പുറത്തെ
ഹോസ്പിറ്റൽസിൻ്റെ കേസുമുണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് വെൽഫെയർ സിസ്റ്റം, ഇപ്പോൾ നോർവേ, ഡെൻമാർക്കൊക്കെ വെൽഫെയർ സിസ്റ്റം, അവിടെയാണെങ്കിൽ 45-50% ടാക്സ് മേടിച്ചിട്ട് നമുക്ക് ഫ്രീ ഹെൽത്ത് കെയർ തരുന്നു. പക്ഷേ അതിൻ്റെ നെഗറ്റീവാണ് ബെനിഫിറ്റ്സ് ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് സ്ട്രെയിറ്റ് സാറിപ്പോൾ പറഞ്ഞത് കൂടാതെ സ്ട്രെയിറ്റ് ആയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സൈസബിൾ എമൗണ്ട് റിഡക്ഷൻ ഫ്രീ ആണെന്ന് ഞാൻ കേട്ടു. അല്ല, ഫ്രീ അല്ലാതെ ടാക്സ് എടുത്തിട്ടാണ്. ഫ്രീ ആണെങ്കിലും എവറി മന്ത് യു ഹാവ് ടു പേ ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അമേരിക്കയിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത അത് ഫ്രീ അല്ല, തെറ്റാണത്. ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റാണ്. മന്ത്ലി കളക്ട് ചെയ്യും അവിടെ അല്ല, അങ്ങനല്ല. അവിടെ സിസ്റ്റം അങ്ങനല്ല. നമ്മൾ ഫ്രീ എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, ശരിയാണ്, നമുക്ക് ഈ പറഞ്ഞതൊക്കെ തരുന്നു. പക്ഷേ ഒരു ഡോക്ടറെ കാണാനായിട്ട് ഒരു ഫാമിലി ഫിസിഷ്യനെ നമ്മൾ കണ്ടിട്ട് മാഡം പറഞ്ഞതുപോലെ എനിക്കൊരു MRIയോ എനിക്കൊരു മാമോഗ്രാമോ എനിക്ക് എന്തെങ്കിലും സ്കാൻ വേണമെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്യണം. ഇത് അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ നമ്മളതാണോ? ഇവിടെ നമ്മുടെ സർക്കാർ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് സ്റ്റുഡൻസിലേക്ക് കുറച്ച് കൂടുതലായിട്ട് പോവാം. അവിടെ വരാം. ഹലോ, എൻ്റെ പേര് കിരണാണ്. ഞാൻ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നത്. എന്തായാലും ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസ് എല്ലാം പുറത്തോട്ട് പോകുന്നു. അതാണ് ഇപ്പം മെയിൻലി നമുക്ക് വരുന്ന സംസാരം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പോകണമെന്നല്ല, പോകുന്നുണ്ട്, ചർച്ചകളാണ്, ശരിയാണ്. പക്ഷേ കേരളത്തിൽ എവിടെയാണ് ജോലി? 29.9% അൺഎംപ്ലോയ്മെൻറ്റ്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഡെവലപ്പായി വരുന്നുണ്ടെങ്കിൽ ജോബ് ക്രിയേഷൻ എവിടെ നമുക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പുറത്തു പോയി പഠിച്ച് അവിടെ ജോലി കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇത്രയും ഉണ്ടെന്നറിയാവുന്ന കുട്ടികൾ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറെടുത്താണ് പോകുന്നത്. അത് നോക്കണം. കാരണം എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പം മാം പറഞ്ഞു ശരിയാണ്. പക്ഷേ ഇവിടെ പഠിച്ച് കുട്ടികൾക്ക് ജോലി കിട്ടില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ഇന്നും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 29.9%. എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റാർട്ടപ്പ് മിഷനിൽ ഫസ്റ്റാണ് കേരളം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെന്റിലും ഫസ്റ്റ് നിൽക്കുന്നു? അതൊന്ന് പറയണം. തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് തന്നെ വളരെയധികം ഉയർന്നിട്ടുണ്ട്. കേരളത്തിലും സ്ഥിതി മോശമല്ല. അവർ നിൽക്കാൻ തയ്യാറാണ്. അല്ല, ആദ്യം ഓരോരുത്തരുടെയും സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞപ്പോൾ 28-ൽ നിന്ന് 1-ലേക്ക് നമ്മൾ വരുന്നു. അതനുസരിച്ച് നിക്ഷേപകർ വരുന്നു, നിക്ഷേപം ഇറക്കാൻ തയ്യാറാകുന്നു, മറ്റെല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ പടിപടിയായി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വിജ്ഞാനത്തിൻ്റെ ഹബ്ബായിട്ട് മാറുമ്പോൾ തന്നെ മികവിൻ്റെ കേന്ദ്രമായി നമ്മുടെ യൂണിവേഴ്സിറ്റിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ, മാഡം ആദ്യം ചോദിച്ചല്ലോ, ഈ വിവരങ്ങൾ പലർക്കും കിട്ടുന്നില്ലല്ലോ, നമ്മൾ തന്നെ അഡ്വർടൈസ് ചെയ്യുന്നില്ലല്ലോ. മികവിൻ്റെ കേന്ദ്രമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം MG യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 64 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ്. നമുക്ക് ആർക്കെങ്കിലും അറിയുമോ? ലോക ഭൂപടം എടുത്തു നോക്കിയാൽ 180-190 രാജ്യമുണ്ട്. അതിൽ 64 രാജ്യങ്ങളിലെ കുട്ടികൾ MG യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഈ രീതിയിൽ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. എപ്പോഴും പുറത്തേക്ക് പോകുന്ന ഔട്ട്പുട്ട് ആണല്ലോ പ്രധാനം. കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ കൈവക്കി. എൻ്റെ പേര് മാത്യു അബ്രഹാം എന്നാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. സാറ് പറയുന്നു അവിടെ ഇന്നോവേഷൻ വരുന്നു, പ്രോജക്ട്സ് വരുന്നു. എന്തുകൊണ്ടാണ് സാർ അവിടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരുന്നത് 3rd സെമസ്റ്റർ എക്സാം എഴുതുമ്പോഴാണ് ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ആ റിസൾട്ട് ഇത്ര വൈകുന്നത്? പരിശോധിക്കേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിൽ മികവിന്റെ കേന്ദ്രമായി മാറുമ്പോൾ ഇപ്പോഴും വൈകുന്നുണ്ടോ? ഞാൻ പഠിച്ചപ്പോഴും വൈകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സെമസ്റ്ററിൽ സപ്ലി ഉള്ള ഒരു സ്റ്റുഡൻറ്റ് 3rd സെമസ്റ്ററിൻ്റെ കൂടെ, അതായത് രാവിലെ 3rd സെമസ്റ്റർ എക്സാം എഴുതി കഴിഞ്ഞാൽ പുറകെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം സപ്ലി എഴുതണം. ഇത് MG യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ നടത്തിപ്പ്, പ്രത്യേകിച്ച് ഈ അഫിലിയേറ്റഡ് കോളേജസ് ഉള്ള ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 6500ഓളം വിവിധ എക്സാമിനേഷനുകൾ ഓരോ സെമസ്റ്ററുകളിൽ നടത്തേണ്ടതായിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ സ്ട്രീം കോഴ്സസിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്ത് റിസൾട്ട് വരികയും അല്ലാത്ത ചില പ്രോഗ്രാമുകളുടെയൊക്കെ ഡിലേ വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ സപ്പോർട്ട് സിസ്റ്റം അതിനനുസരിച്ച് ഈ അഫിലിയേഷൻ കൂടുന്നതിനനുസരിച്ച് സപ്പോർട്ട് സിസ്റ്റം വലുതാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് തന്നെ ആയിരിക്കാം തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കും. പക്ഷെ അതൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും റിസൾട്ട്സുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വേണം എന്ന്. മുമ്പ് ഇങ്ങനൊരു സിനാരിയോ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സിനാരിയോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. സിനാരിയോയുടെ കാര്യം ഒന്ന് ജസ്റ്റ് പറയാം. ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെത് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. പിന്നീടുള്ള അതിൻ്റെ പ്രീവിയസ് ഉള്ള സെമിസ്റ്റേഴ്സിൻ്റെ അവരെ ശരിക്കും ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റാണ്. സംശയം അതന്നെ ഞാൻ പറയുള്ളൂ.
കാരണം അവർക്ക് ഒരു വിധത്തിലും, കാരണം ഞാൻ എം ജി യൂണിവേഴ്സിറ്റി 28 വർഷം വർക്ക് ചെയ്ത ആളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഫസ്റ്റ് ഇയറുടെ പേപ്പർ നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിക്കോളൂ, കുഴപ്പമില്ല, ഫൈനൽ ഇയർ വേഗം വാല്യൂ ചെയ്ത് തരണം. അതാണ് പ്രിൻസിപ്പിൾ. അതിലൊരു മാറ്റവും അതിപ്പോഴും തുടർന്ന് സർ, ഞാൻ പഠിച്ചതൊരു 2004-07 ആ കാലഘട്ടത്തിൽ ഞാൻ SB കോളേജിലാണ് പഠിച്ചത്. അവിടെ ആ സമയത്ത് റിസൾട്ട്സ് വരുന്നത്, ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട്സ് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയുണ്ട്, തേർഡ് സെമിൻ്റെ എക്സാമിൻ്റെ തൊട്ട് മുൻപാണ് വരുന്നത്. സപ്ലി ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, പക്ഷേ സപ്ലി ഉള്ളവർ കഷ്ടപ്പെടും. അല്ല, 2008 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്ത ആളാണ്. 2012 വരെ മാർട്ടിൻ സാറും വർക്ക് ചെയ്തതാണ്. എനിക്ക് രണ്ടുപേർക്കും സെയിം എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെ പറ്റി. സെക്കൻഡിൽ ഞാൻ അപ്പോൾ അതിൻ്റെ കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കേസ് പറഞ്ഞു, ഞാൻ തന്നെയാണ് രാവിലെ പറഞ്ഞത് 29.9%. പക്ഷേ അതിൻ്റെ അത് ചെറിയൊരു മാറ്റമുണ്ട്, ആശ്വസിക്കാവുന്ന മാറ്റമല്ല, പക്ഷേ ഒരു മാറ്റമുണ്ട്. അതായത് 2020 ഒരു വർഷം മുന്നേ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 40.1% ആയിരുന്നു. അത് പൊതുവേ അല്ല, അതിൽ നിന്ന് കുറഞ്ഞു. അത് 15 തൊട്ട് 29 വയസ്സിനിടെ 40.1% ആയിരുന്നു. ഒരു വർഷത്തിന് 2 വർഷത്തിനപ്പുറം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലാണ് 28 നിന്ന് 1 എത്തിയതുപോലെ പാരലലി അൺഎംപ്ലോയ്മെൻറ്റ് 40 നിന്ന് 29.9 ആയി. ആശ്വാസകരമല്ല, ഇപ്പോഴും സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞ പോലെ 47% ഇരിക്കുന്ന 2 പെൺകുട്ടികളിൽ ഒരാൾക്കേ ജോലി കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു ഫാക്റ്റായിട്ട് ജസ്റ്റ് ശരി. ശ്രീ മാർട്ടിൻ ഒരു മിനിറ്റ്, ഈ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം പറയുന്നതുകൊണ്ട് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അത് പ്രധാനമായിട്ടും നൽകുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഈ തവണയും പ്രഖ്യാപിക്കുന്നുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് 20 കോടി മാറ്റിവെക്കുന്നു. പക്ഷേ ഈ നടപ്പ് വർഷം തന്നെ 9 സ്കോളർഷിപ്പുകൾ വെട്ടി കളഞ്ഞു, 9 സ്കോളർഷിപ്പുകൾ വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ 20 കോടി വെച്ചു എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? അപ്പോൾ അതിനോടൊരു സമീപനം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ കേന്ദ്രത്തിന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സംസ്ഥാനത്തും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇത്തരം കോൺട്രഡിക്ഷൻസ് ബഡ്ജറ്റിൽ നമ്മൾ എപ്പോഴും കം അക്രോസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു സമീപനത്തോട് എതിരായിട്ടുള്ളതല്ല, ചില അൺപോപ്പുലറായിട്ടുള്ള സ്കോളർഷിപ്പുകൾ കുറച്ച് ഫണ്ട് മാത്രം ചിലവഴിക്കുന്ന സ്കോളർഷിപ്സുകളാണ് നിർത്തലാക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്കോളർഷിപ്പുകൾ ഫലപ്രദമായിട്ട് കുട്ടികൾക്ക് ഗുണപ്രദമാകുന്നുണ്ടോ എന്നുള്ളതാണ് വിശകലനം ചെയ്യേണ്ടത്. അതിൽ നമ്മൾ വരുന്നില്ല. കാരണം ആഡ്വക്കേറ്റ് എമൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ടോ, എമൗണ്ടിൻ്റെ എൻഹാൻസ്മെൻറ്റ് നടക്കുന്നുണ്ടോ, ഇത്തരം പരിശോധനകളൊന്നുമില്ല. അപ്പോൾ 20 കോടി സഫീഷ്യൻ്റ് അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ 20 കോടിയോടൊപ്പം തന്നെ സ്കോളർഷിപ്പിൻ്റെ എണ്ണങ്ങൾ കുറെ കൂടി ഫലപ്രദമായ സ്കോളർഷിപ്പിൻ്റെ എണ്ണവും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു സമീപനം. ഈ വളരെ പ്രസക്തമല്ലാത്ത സ്കോളർഷിപ്പ് നമ്മൾ പരിശോധിച്ചാലേ നമുക്ക് പറയാം. പ്രസക്തമല്ലാത്തതല്ല, പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പത്രത്തിലെ വാർത്തയുണ്ട്, കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ, അതുപോലെ ട്രൈബൽ വിഭാഗത്തിനുള്ളത് ഒക്കെ തന്നെയും വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കാരണം ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലൊന്നും എളുപ്പം കൈവയ്ക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വളരെ നിസ്സാരമായിട്ടൊന്നും തൊടാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, സെൻസിറ്റീവ് ഏരിയ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം, ഓവർലാപ്പ് ചെയ്ത് വരുന്നത് വെട്ടിക്കളയുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പരിശോധിക്കാതെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ശരി, നമുക്കൊരു മറ്റൊരു അതിഥി കൂടി വേറൊരു സ്ഥലത്തിരിക്കുന്നുണ്ട്, ശ്രീ സിറാജുദ്ദീൻ. അതെ, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി. ശ്രീ സിറാജുദ്ദീൻ, ബജറ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? നമസ്കാരം. ബജറ്റിനെ ഞങ്ങൾ ഭാഗികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ടും ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെയുള്ള ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉന്നയിച്ച വിഷയങ്ങളിലൊന്നായിരുന്നു. 60 കോടി രൂപ ഈ ബജറ്റിൽ നീക്കി വെച്ചു ഡ്രഡ്ജിങ്ങിന് വേണ്ടി എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് 1802 കോടിയോളം രൂപ ബജറ്റിൽ നീക്കി വെച്ചതും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കോഴിക്കോട് മെട്രോ പ്രൊജക്റ്റിന് ഗവൺമെൻറ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്റ്റുകൾ ബജറ്റിൻ്റെ ഭാഗമായി പരാമർശിച്ചുവെങ്കിലും കോഴിക്കോടിന് വേണ്ടി ഇത് എന്ന് ആരംഭിക്കുമെന്നോ അതല്ലെങ്കിൽ ഇതിൻ്റെ എത്ര രൂപ അതിനുവേണ്ടി നീക്കി വെച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും ഇപ്പോൾ ഇല്ല. ഇത് കഴിഞ്ഞ 10-15 വർഷമായി നമ്മുടെ കുതിരവട്ടം പപ്പു പറയുന്നത്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും പറയേണ്ട, അത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് കാലിക്കറ്റ് ചേംബറിൻ്റെ ഈ വിഷയത്തിൽ നിലപാട്. കാര്യം എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും കോഴിക്കോട് മെട്രോ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് എന്ന് തുടങ്ങും, ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി എന്താണെന്നുള്ള യാതൊരുവിധ ക്ലാരിറ്റിയുമില്ല. അതിൽ വളരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വിട്ടുപോയിട്ടുള്ള 1-2 മേഖലകളാണ്. ഒന്ന്, ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മേഖല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഗുരുതര പ്രതിസന്ധിയാണ് വരും കാലഘട്ടത്തിൽ നേരിടാൻ പോകുന്നത്. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപനമാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ ആവശ്യകതയൊക്കെ കൂടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നത് നിരാശാജനകമാണ്.
അതോടൊപ്പം തന്നെ ഈ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ പൂട്ടിപ്പോയ സംരംഭങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ കോവിഡിന് ശേഷം, പ്രളയത്തിന് ശേഷം വലിയ രീതിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, വലിയൊരു വിഭാഗം വ്യാപാരികൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്, വലിയൊരു വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പഠനങ്ങളോ, ഇപ്പോൾ IT മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട IT പല സ്ഥാപനങ്ങളും ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്തേക്ക് അവർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നില്ല. പൂട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിലും കൂടെ ബഡ്ജറ്റിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നിലപാട്. ശരി, ഇതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രൈം റേറ്റ് വല്ലാതെ കൂടുകയാണ്. അപ്പോൾ ഏത് കേസ് എടുത്തു നോക്കിയാലും ഈ പ്രതി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മമാരെ കൊല്ലുന്നു, അച്ഛനെയും അമ്മയും കൊല്ലുന്നു, എത്ര കേസുകളെ അടുത്തടുത്ത് കേൾക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ടോ പോലീസിനെ ഒന്ന് പ്രാപ്തമാക്കാൻ എന്നൊരു ചോദ്യം വരുന്നുണ്ടോ അരുൺ? വിജ്ഞാപനത്തിൽ അത് ഉൾപ്പെട്ടതായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നില്ല. ഏതായാലും ബജറ്റിന്റെ ചർച്ചയുടെ ഭാഗമായി നിയമസഭയിൽ വിശദമായിട്ട് ചർച്ച നടക്കും. അതോടെ തന്നെ പൊതു സംവാദങ്ങളൊക്കെ നടന്നിട്ടാണല്ലോ ബജറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. ഏതായാലും അത് നല്ല നിർദ്ദേശം തന്നെയാണ്. കാരണം അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കേസുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം ഇന്നലെ മിനിങ്ങാതെ ഹിന്ദുവിൽ അതിൻ്റെ ഒരു പട്ടിക വന്നിട്ടുണ്ടായി. ഈ എറണാകുളം ജില്ലയിൽ 2021 രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഇരട്ടിയാണ് 2022, അതിൻ്റെ ഇരട്ടിയാണ് 2023. അത് ഏറ്റവും ജാഗ്രതയോടെ സമൂഹം കാണേണ്ടതാണ്. പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാർ, ഒരു 15, 16, 17, 20 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സർക്കാരിന്റെ പരിപാടികളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് വിജയത്തിലേക്ക് എത്താത്തത്? അതുണ്ട്. വിമുക്തിയും 2 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. വിമുക്തിയും അതിന്റെ അനുബന്ധ പരിപാടികൾ നിരന്തരമുണ്ട്. പക്ഷെ പ്രചരണം ശക്തമാണ്, ക്യാമ്പയിനുകൾ ശക്തമാണ്. പക്ഷേ അതിനെ കവർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഞാൻ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹിയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന പരാതിയിൽ വനിതകളടക്കം കരിയർമാരായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും വിതരണം ചെയ്യുന്ന പരാതി വരെയുണ്ട്. ഒരു ടൗണിലെ ഒരു കുട്ടിക്ക് 8 സ്കൂളിലെ യൂണിഫോം ആ കുട്ടി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് വരെ ഉണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സമൂഹം പോകേണ്ടതാണ്. ഇതിപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഗ്രാവിറ്റിയിൽ തന്നെ നമുക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനും ഒരു അലോക്കേഷൻ്റെ പരമാവധി ഒരു നിർദ്ദേശം കൊടുക്കാനും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്താം. അല്ല, ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ തന്നെ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ മയക്കുമരുന്നിൻ്റെ ഒരു ഉപഭോഗത്തിൻ്റെ ഒരു വലിയ ഹബ്ബായിട്ട് മാറുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ഡ്രഗ്സ് കടത്തുന്ന കേന്ദ്രം എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനം. മുന്ദ്ര പോർട്ട് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ എഫർട്ട് എത്രമാത്രം വിമുക്തി പോലെ അതിനുള്ള പരിപാടികൾ എടുക്കുമ്പോൾ ഇതേ ഒരു മാഫിയ എന്ന് പറയുന്ന സംഘം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘം ഈ രീതിയിൽ കേരളത്തിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് മാത്രം തടയാവുന്നൊരു കാര്യമല്ല. സമൂഹ മനസാക്ഷി, സമൂഹത്തിൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടി സർക്കാർ അതിനകത്ത് ഒരു വലിയ ഇനീഷ്യേറ്റീവ് എടുക്കണം. സർക്കാരിന് തന്നെയാണ് ഒരു മുൻകൈ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ സമൂഹം പറയാനുണ്ട്, നിങ്ങൾക്ക് ക്യാമ്പസിൽ ഇപ്പോൾ എങ്ങനെയാണ് ഡ്രഗ്സ് കിട്ടുന്ന ഒരു സാഹചര്യമാണ്? ഏത് ക്യാമ്പസിൽ പോയാലും അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്ത് അതിനുള്ള സംവിധാനം മിക്ക കോളേജുകളുടെ പുറത്തും സ്കൂളുകളുടെ പുറത്തൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ MDMA ഉപയോഗിച്ചു എന്നുള്ളതൊരു ഞെട്ടിക്കുന്ന വാർത്തയല്ല. ഇപ്പോൾ ഏത് ആൾക്കാരെ പിടിച്ചാലും MDMA ഉപയോഗിച്ചു അല്ലെങ്കിൽ അത് എത്തിക്കുന്നു, ഇതൊക്കെയാണ് കേൾക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഒരു അനുഭവം? ഇത് നമ്മൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ, മോസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സ്കൂളുകളിലുണ്ട്. പക്ഷേ അത് ഇവർ പിടിച്ചാൽ പോലും പ്രിൻസിപ്പളിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവർ ഒഴിവാക്കി വിടുന്ന പല കേസുകളും നമ്മൾ അറിവ് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ചീത്തപ്പേരാവും. പിന്നെ അതല്ലാതെ ഗവൺമെൻറ് കോളേജസിൽ അവർ വരുമ്പോൾ അവർ ചിലപ്പം ഭരണപക്ഷമാവും, പ്രതിപക്ഷമാവും, ചിലപ്പം അല്ലാതെ പാർട്ടിക്കാരാവാം. അവരാകുമ്പോൾ ഒഴിവാക്കി വിടും. അവർ കണ്ട് ഇപ്പം നമ്മൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് ചെല്ലുമ്പോൾ അവർ മാക്സിമം അവർ ആ ഒരു ഡ്രഗ്സിൻ്റെ അളവ് കുറവാണ്, ഇന്ന കേസാണ്, മൈനറാണ്, അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ മതിയാവും. 14 വയസ്സുള്ള കുട്ടികൾ, ഇപ്പം മാം തന്നെ പറഞ്ഞു 14, 16 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് പോയാൽ അവർക്ക് ജുവനൈൽ ആക്ട് മുഖാന്തരം അവർക്ക് ഇറങ്ങി വരാൻ പറ്റും. ശിക്ഷയും കുറവാണ്. കുട്ടികളെ ശിക്ഷിക്കുന്നതിനപ്പുറം അന്ന് പുറത്ത് കടത്തുക എന്നുള്ളതാണോ പ്രധാനം? അതിലാണ് ഊന്നേണ്ടത്, കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. അവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അത് ഈ ഡ്രഗ്സിന്റെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ യൂട്ടിലൈസ് അത് ചെയ്യുന്നുണ്ട്. ഈ 14 മുതൽ 16 ഒരു 10
+2 വരെയുള്ള കുട്ടികൾ, ആ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും അവരെയാണ് ഈ മാക്സിമം കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കോളേജിലോട്ടും ബാക്കിയുള്ളതിലോട്ടും കൊണ്ടുപോകാൻ ആ നഖത്തിൻ്റെ ഇടയിൽ വരെ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്ന പല കേസുകളും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്ന കേസുകളിൽ അവർ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശരി, നമുക്ക് സാറിന് ആ പ്രശ്നം എന്ന് പറയുന്നത് വെറും സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, സമൂഹത്തിലാകെയുണ്ട്. കാരണം ഞാൻ താമസിക്കുന്നതിൻ്റെ പരിസരത്തുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു വീട്ടിൽ വെളുപ്പാങ്കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കരിയർ ഈ സാധനം കൊണ്ടുവന്ന് തരികയും അവിടെ മഫ്തിയിലും പോലീസുകാരുണ്ടാകുകയും അവർ രാത്രി ഒരു 6 മണിക്കൂറോളം വാച്ച് ചെയ്തിട്ട് അവനെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ സമഗ്രമായിട്ട് നമുക്കിത് കാണാൻ കഴിയും. സമൂഹത്തിൽ ഇത് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് നമുക്കൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, കരിയർ എന്ന് പറയുന്ന സ്റ്റുഡൻസ് മാത്രമല്ല, പലരുമുണ്ട്, പല നിലകളിലുണ്ട്. നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിൽ ഈ സംഭവം വളരെ വ്യാപകമാണ്. ഇത് പ്രോപ്പറായിട്ട് ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പെർസെപ്ഷൻ, അവയർനെസ് എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്. അതാണ് അവിടെയാണ് പ്രശ്നം. അല്ല സുജയ, ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാകണം. ഇതിന് പറ്റിയ അനുയോജ്യമായ മോഡൽ നമ്മൾ കണ്ടെത്തണം. അതിന് ഞാനോ സുജയോ സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു വർക്കിംഗ് മോഡൽ ഒരു കോമ്പറ്റൻ്റായ ആളുകളെ ഇരുത്തി അവരെ ഉൾക്കൊണ്ടിട്ട് ഈ പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നമാണ്. ആ പ്രൊഫഷണലിസം എല്ലായിടത്തും കടന്നു വരണം. കടന്നു വന്നാൽ മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ദിവസം, ഒരു വർഷം കൊണ്ടോ പരിഹരിക്കാവുന്നതാണ്. എത്രയോ വർഷം ഞാനൊരു സജഷൻ കൂടി പറയാതെ, ഇപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത എന്തുകൊണ്ടാണ്. ഞങ്ങളൊക്കെ ഒരു 6th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് ഈ സ്പോർട്സ് ഫീൽഡിലേക്ക് നമ്മൾ കയറ്റി. ഈ സ്പോർട്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ, ഐ ആം ടെലിങ് യു, ഈ സ്പോർട്സിൽ പോണ കുട്ടികൾ ആരെങ്കിലും ഈ ഡ്രഗ്സിലുണ്ടോ? കായിക താരങ്ങളെ പിടിക്കാറുണ്ട്. അത് പക്ഷേ ഉത്തേജന മരുന്നിൻ്റെയാണ്. അത് എത്ര പേര്? 10 അല്ലെങ്കിൽ 100 ബാക്കി ആർക്കും പ്രശ്നമില്ല. ഒരു സ്പോർട്സ് കൾച്ചർ, ഇപ്പോൾ ഞാനൊരു സ്കൂളിൻ്റെ ചാർജാണ്. ഞങ്ങളവിടെ കമ്പൾസറി ആയിട്ട് കുട്ടികളെ എല്ലാ ദിവസവും അവർക്കൊരു സ്പോർട്സ് പീരീഡ് ഉണ്ട്. എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് കയറ്റും. ചിലർ പറയും ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ. പേരൻസ് എന്ന് പറയും എൻ്റെ കുട്ടി വീണു, കാല് പൊട്ടി എന്നൊക്കെ പറയും. ഞാൻ ഉടനെ പറയും കാല് പൊട്ടി, അങ്ങനെ തന്നെ കുട്ടി വളരണം എന്ന് പറയുമ്പോൾ അവർക്കൊന്നും റിപ്ലൈ ഇല്ല. അപ്പോൾ ഒരു ശരിക്കും നമ്മുടെ ഒരു മോഡൽ, നമ്മുടെ മാർട്ടിൻ സാർ സജസ്റ്റ് ചെയ്ത ഈ മോഡൽ എന്താണെന്ന് പറഞ്ഞാൽ മേക്ക് ദ ചിൽഡ്രൻ പ്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് അതിലേക്ക് ഡൈവേർട്ടാവും. സ്പോർട്സ്മാൻമാരായ നല്ലൊരു സ്പോർട്സ്മാൻമാരെ ഒരാൾ പോലും ഈ ഡ്രഗ്സിലേക്ക് പോവില്ല. 100% പറയാം. അവർ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. കാരണം ഇതൊരു പരിധി വരെ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുക. കാരണം ഞങ്ങൾ കോളേജുകളിൽ പറയുമായിരുന്നു, കുസൃതി ഉണ്ടാക്കുന്ന പിള്ളേരെ ഞങ്ങൾ വാച്ച് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ എൻഗേജ്ഡ് ആക്കിയ പ്രശ്നം കുറയും. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ ഈ പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവരെ ഉൽപ്പാദന രംഗത്തേക്ക് തിരിച്ചുവിടണം. ആ ഉൽപ്പാദന രംഗത്തേക്ക് തിരിച്ചുവിടണമെങ്കിൽ തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടണം. ആ തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഇവർ മടിയന്മാരായിട്ട് കിടക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാൻ അവസരങ്ങളുണ്ട്, ഇവർ തൊഴിൽ ചെയ്യത്തില്ല. ഇവിടെയുള്ള മോശം തൊഴിലുകൾ, നമ്മൾ മോശമെന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്, അവിടെ പോയി അത് ചെയ്യും. അല്ല, അതിൻ്റെ കാര്യമല്ലേ പറഞ്ഞു. ഞാനിപ്പം ആ ഒരു ആസ്പെക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഒരു ടെൻഡൻസി, അപ്പോൾ ശരിക്കും ആക്ച്വലി നമ്മുടെ ഈ സർക്കാർ തന്നെ തുടക്കത്തിൽ ഒരു നല്ലൊരു പ്ലാൻ ഇട്ടു. എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട്. അത് നല്ലൊരു പ്ലാനായിരുന്നു. ഞാൻ വിചാരിച്ചു, കാരണം ഇവിടെ നമ്മുടെ വേണ്ടത് ഒരു നല്ലൊരു ഗ്രൗണ്ട് നമ്മുടെ ഭാഗത്തുണ്ടായാൽ മിക്ക ഭാഗങ്ങളിലും ഒരുവിധമല്ല. പക്ഷേ അരുൺ, ഒരു ചെറിയൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്സ് തുടങ്ങി വെച്ചു, പക്ഷെ അത് പരിപാലിപ്പെട്ടിട്ടില്ല. അവർ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ ഇന്ന് പ്രസംഗത്തിൽ അതുണ്ടായിരുന്നു. 946 ഗ്രാമപഞ്ചായത്താണ് ഉള്ളത്. 150 ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്ത കാലത്ത് പുതിയ സ്റ്റേഡിയം വന്നു. ഈ കായിക പരിശീലനമായിരിക്കണം യുവജനങ്ങളുടെ ലഹരി. ആ ലഹരി കായിക പരിശീലനത്തിൽ കേന്ദ്രീകരിക്കണം. അതാണ് സന്ദേശം. അത് നമ്മളെല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനം വേണം. തീർച്ചയായും ഓരോ സ്കൂൾസിലും ഒരു 7th സ്റ്റാൻഡേർഡ് ആവും കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് കമ്പൽസറി ആക്കിയാൽ ഒരു കുട്ടിയും പോലും ഈ ഭാഗത്തേക്ക് പോയില്ല എന്നുള്ളത് 100% ഞാൻ പറഞ്ഞുതരാം. ശരി, ഇതിലൊരു ചോദ്യം കൂടെ ഉള്ളൂ.
സർ ഇവിടെ സംസാരിച്ചിരുന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റേഡിയങ്ങൾ വരുന്നു എന്ന്. സർ എന്തുകൊണ്ടാണ് സർ കലൂർ സ്റ്റേഡിയം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്? അവിടെ ഒരു ഡെവലപ്മെന്റ്സ് ഇല്ലല്ലോ. കലൂർ സ്റ്റേഡിയം ജയലൻ സ്റ്റേഡിയത്തിൽ അവിടെ നമ്മുടെ ഒരു MLA തന്നെ ഒരു ആക്സിഡന്റ്, അവിടുത്തെ ഒരു സുരക്ഷാ വീഴ്ച തന്നെയുണ്ട്. അത് രണ്ടാണ്. കലൂർ സ്റ്റേഡിയം സ്പെസിഫിക്കലി റിസർവ്ഡ് ഫോർ ഫുട്ബോൾ മാച്ചസ്. ക്രിക്കറ്റ് ഇല്ല. ഫുട്ബോൾ എല്ലാ മാസവും 3-4 പ്രധാന മത്സരങ്ങൾ നടക്കുന്നുണ്ട്. സ്പോർട്സ് നന്നായി നടക്കുന്നുണ്ട്. പിന്നെ അനുബന്ധമായിട്ട് ഈ കച്ചവട സ്ഥാപനങ്ങളും, ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരാൾ മരിച്ചു, മറ്റു കാര്യങ്ങൾ അത് പ്രത്യേകം എടുക്കേണ്ടതാണ്. സ്പോർട്സ് ആണ് നമ്മുടെ ലഹരി, അതിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കണം. അരുൺ, അത് സോറി, അത് ഐ ബെഗ് ടു ഡിഫർ. അവിടെ ISL മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. ISLന് 9 മാച്ച് നടത്താൻ വേണ്ടി ആ സ്റ്റേഡിയം മാറ്റി വെച്ചിരിക്കുക. ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഞാനാണ് അവിടെ, ഞാനെന്ന് പറയാൻ പാടില്ല, ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഏകദിന മത്സരം നടത്തിയത്. നിർമ്മലയ്ക്ക് നന്നായിട്ട് അറിയാം, മാർട്ടിൻ സാറിനും അറിയാം. ഞാൻ അന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ആ നിലയിൽ അതിലാണ് ഇവരെല്ലാവരും എന്നെ ക്രിക്കറ്റിന് എക്സ്പേർട്ടായിട്ട് വിളിക്കുന്നത്. ആ ഒരു കപ്പാസിറ്റിയിലാണ്. സുജയും സ്മൃതിയും എന്നെ ഒരു ക്രിക്കറ്റ് എക്സ്പേർട്ടായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റിൽ. അപ്പം അതുകൊണ്ട് അന്ന് ക്രിക്കറ്റ് കൊണ്ടുവന്നു 6 ഏകദിന മത്സരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ISL വേണ്ടത്. ISL വന്നപ്പോൾ ആകെ 9 മത്സരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത് വീണ്ടും ക്രിക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പം എന്ത് വന്നാലും ഫുട്ബോളുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഫുട്ബോള് നടക്കുന്നില്ല. അതായത് സർ പറഞ്ഞു വരുന്നത് മിനിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഒറ്റ പ്രശ്നം, നമുക്കാർക്കും ഇപ്പോൾ നമ്മൾ എത്ര കായിക താരങ്ങളായാലും കലൂർ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറി കളിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒഫീഷ്യലായിട്ടുള്ള ടൂർണമെന്റാണ്. പക്ഷെ ഓരോ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം വരിക എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും അതിന്റെ ഭാഗമാകാം. ഗവൺമെന്റ് ലക്ഷ്യപ്പെടുന്നത് എല്ലാ പഞ്ചായത്തിലും പുതിയ സ്റ്റേഡിയം വന്നം പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ 150 നമ്മൾ കവർ ചെയ്തത്. എല്ലാ പഞ്ചായത്തിലും എത്താൻ അപ്പോൾ എത്ര വർഷം എടുക്കും? 946 പഞ്ചായത്തുണ്ട്. സമയമെടുക്കും, കാരണം സ്ഥലം കാണണം, അതൊക്കെ. ശരി, നമുക്കൊന്ന് ഗ്രൗണ്ട് ഉണ്ട്, അതൊന്ന് പരിപാലനം ചെയ്താൽ മതി. ശരി, സിറാജുദ്ദീൻ ഇല്ലത്തൊടിയിലേക്ക് വീണ്ടും. സിറാജുദ്ദീൻ, ഇപ്പോൾ സിറാജുദ്ദീൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റിലാണ്, അത് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്താമെന്ന് അരുൺ പറയുകയും ചെയ്തു. ഈ ഡ്രഗ്സിന്റെ കാര്യം അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ. ഇവിടെ ക്രൈം കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഈ ഭാഗികമായി നല്ല ബഡ്ജറ്റ് ഭാഗികമായി വിയോജിക്കുന്നു എന്നാണ് പറഞ്ഞല്ലോ. യോജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കോഴിക്കോടിന് കിട്ടിയ അതിലേക്ക് ചുരുങ്ങിയാണോ? അല്ല, സ്വാഭാവികമായിട്ടും വ്യാവസായിക മേഖലയ്ക്ക് നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും വ്യവസായ മേഖലയിൽ, വ്യാപാര മേഖലയിൽ ഒരു സജീവമായിട്ടുള്ളൊരു സംഘടന നിലക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 1803 കോടി രൂപ വ്യവസായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ ഹോട്ടൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് KFC വഴി 50 കോടി രൂപയോളം ചിലവഴിക്കുന്നതും സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ കണ്ടിന്യൂ ചെയ്യാൻ വന്നതായിരുന്നു, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യം. വെള്ളക്കരം, ഇലക്ട്രിസിറ്റി, പെർമിറ്റ് ഫീ, ഇപ്പോൾ ഈ ബജറ്റിൽ വീണ്ടും ഭൂമിയുടെ കരം കൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നൊരു മേഖലയാണ് നിർമ്മാണ മേഖല. ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈയിടെ നിർമ്മാണ മേഖലയിലുള്ള സംഘടനകൾ ഒന്നടങ്കം സമരത്തിലാണ്, കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവുമായി ബന്ധപ്പെട്ട്. എന്നാൽ വീണ്ടും നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഈ ഭൂമിയുടെ കരം വർദ്ധിപ്പിക്കുന്ന നടപടി. സ്വാഭാവികമായിട്ടും നിർമ്മാണ മേഖല തകർന്നാൽ അത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കും. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം വരും. ഇവിടെ നടക്കുന്ന നിക്ഷേപങ്ങൾ പലതും അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകുന്നതിന് വരെ അത് കാരണമാകും. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേരളത്തിൽ മോട്ടോർ ടാക്സുകൾ വർദ്ധിപ്പിച്ചപ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വലിയ ചരക്ക് വാഹനങ്ങളും തമിഴ്നാട്ടിലും കർണാടകയിലും പോയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്. കേരളത്തിലെ 95% വലിയ ചരക്ക് വാഹനങ്ങളും നിലവിൽ കർണാടകയിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരു ചരക്ക് സാധനത്തിന് ക്വാർട്ടർ ടാക്സ് ഈടാക്കുന്നത് 26,000 30,000 രൂപയാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അത് 6,000 7,000 അല്ലെങ്കിൽ 10,000 രൂപയിലേക്ക് താഴെയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഏതൊരു വിഭാഗത്തിൽ നിന്നും നികുതി വരുമാനം കൂട്ടുന്നതിന് നേരിട്ട് നികുതി വർധനവ് നടപ്പിലാക്കുന്നതിന് പകരം പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതത് മേഖലയുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചുകൊണ്ട് പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നുള്ളതാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. ശരി, സിറാജ്, നമ്മൾ സർക്കാരിന്റെ മുന്നിലേക്ക് ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. ആഹാരത്തിൻ്റെ തുക കൂട്ടി
ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് വക്കീലന്മാരോട്, ക്ലർക്കുമാരോട്, ലിറ്റിഗന്റിനോട് എല്ലാവരോടും ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഭൂനികുതിയുടെ കാര്യത്തിലും ഒരു ബജറ്റല്ലേ, ഏതെങ്കിലും മേഖലയിൽ വർദ്ധിപ്പിക്കും. ഭൂനികുതി നമ്മളിപ്പോൾ ഒരു കരം രസീത് എടുത്ത് നോക്കിയേ, 25 രൂപ 15 രൂപയ്ക്കാണ് ഭൂനികുതി. അതിൽ ആനുപാതികമായിട്ടുള്ള ഒരു വർധന വെച്ചാൽ ഒരു ബജറ്റ് ആകുമ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്താലേ എക്സ്പെൻഡിച്ചർ അതിൽ വലിയ ഭാരം ആരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. മേഖലകളിൽ നിന്ന് വരുമാനം കണ്ടെത്തുമെന്ന് സൂചിപ്പിച്ചതിൽ ഒരു മാർഗം. അതെ അതെ, 40 വർഷമായിട്ട് വർദ്ധിപ്പിക്കാത്ത മേഖലകളൊക്കെയാണ്. പക്ഷേ ഇതില്ലാതെ പറ്റില്ല, എക്സ്പെൻഡിച്ചർ വന്നെങ്കിൽ ഇൻകം വരണ്ട. പക്ഷേ അപ്പോഴും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഉറപ്പായിരുന്നല്ലോ 2500 രൂപ എന്നുള്ളത്. അത് ഇത്തവണ ഒരു ചെറിയൊരു വർധനയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, അത് ഉണ്ടായില്ല. അപ്പം ഇനി തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന ഇടക്കാല ബജറ്റിൽ അങ്ങ് കൊടുത്ത് വോട്ട് മേടിക്കാം എന്നുള്ള ഉദ്ദേശമാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചല്ലോ. 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം 205 കോടി മതിയായിരുന്നു ഒരു മാസം പെൻഷൻ കൊടുക്കാൻ. ഇപ്പോൾ 63 ലക്ഷം വെച്ച് 1600 പേർക്ക് 992 കോടി വേണം. ഇപ്പോൾ തന്നെ 3 മാസം കുടിശ്ശികയാണ്. അത് ഈ മാർച്ച് 31 മുമ്പ് കൊടുക്കാൻ 3000 കോടി രൂപ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനം നടത്തിയിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ പെൻഷൻ കമ്പനിയുടെ സാഹചര്യം ഒന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടിലും കൊടുക്കാനുള്ള കൊടുത്ത് സംതൃപ്തിയാക്കുക. എന്തായാലും ഒരു 1.25 വർഷം 1 വർഷോടെ ഉണ്ടല്ലോ, വർധനവ് വരും, വാക്ക് പാലിക്കും. അതോ ഈ 2500 മൂന്നാം സർക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രകടന പത്രികയിലുള്ളത് ഞങ്ങളുടെ അടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുക്കാൻ പാകത്തിന് തന്നെ വർദ്ധിക്കും. പിന്നെ 3ാമത് ഗവൺമെന്റ് വരുമ്പോൾ തുടർച്ചയായിട്ട് അതും വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ 2500 അപ്പോഴത്തേക്ക് നമുക്ക് കാത്തിവെക്കാം. അല്ല, അത് കഴിഞ്ഞ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ, അതായത് ഈ പ്രകടന പത്രികയിലുള്ളത് ഈ കാലയളവിൽ തന്നെ വർദ്ധിപ്പിക്കും. അതായത് ഓൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ റവന്യൂ റിസോഴ്സ് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ GST ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ പോയതോടുകൂടി ഈ തനത് നികുതി വരുമാനവും ഉയർത്തുക എന്ന് പറയുന്നത് പരിമിതമായ സാധ്യതകളാണുള്ളത്. ആ പരിമിതമായ സാധ്യതകൾ ഇപ്പോൾ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സാധ്യതകളെങ്കിലും നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബഡ്ജറ്റ് തന്നെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ 150 കോടി രൂപയാണ് ഈ കോടതി ചെലവുകളിൽ വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 100 കോടി രൂപയാണ് ഭൂനികുതി വരുമാനത്തിൽ നിന്നും വരുന്നത്. അങ്ങനെ ടോട്ടലി നമുക്ക് ആകെ ഗവൺമെൻറ് എൻവിസേജ് ചെയ്യുന്ന 366 കോടി രൂപയുടെ വരുമാന വർധനയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ 5 രൂപ ആയിരുന്ന ഒരു സെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആറിൻ്റെ എന്ന് പറയുന്നത് 7.5 രൂപയായിട്ടാണ് വർദ്ധിക്കുന്നത്. 50% വർധന ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ അത് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കണ്ട് തന്നെ നമ്മൾ പോകണം. പക്ഷേ പരിമിതമായ വർധനയാണ് പല കാര്യങ്ങളിലും വരുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശ്രീ മാർട്ടിൻ, ഇപ്പോൾ ഈ കിഫ്ബി ടോൾ പിരിവ് അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നതിൽ ആത്യന്തികമായി ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക തന്നെയാണ്. അപ്പോൾ പിന്നെയും ടോൾ പിരിവ് എന്ന് പറയുമ്പോൾ വീണ്ടും ജനം തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരൂ എന്ന് തിരിച്ച് പ്രതിപക്ഷത്തോടും ചോദിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെ, കിഫ്ബി ഒരു വയബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഇൻകം ഉണ്ടാകണം. ഇപ്പം നമ്മൾ നേരത്തെ പെട്രോൾ ടാക്സിൻ്റെ ഒരു ഭാഗമാണല്ലോ അതിൽ അടച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കൃത്യതയോടുകൂടിയുള്ള കണക്ക് നമുക്ക് ലഭിക്കുന്നില്ല. 2 വർഷം 3 വർഷം കഴിയുമ്പോഴാണ് ഒരു കണക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഇൻകം പോരാ. ഇനിയിപ്പോൾ തിരിച്ചടവ് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി വയബിളായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ഇൻകം ജനറേഷൻ ഉണ്ടാകണം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാനും ഇത് കൊടുക്കുന്ന ആളാണ്, എനിക്കത് വലിയ വേദനയുള്ളൊരു കാര്യമാണ്. പെയിൻ എക്കോണമിയിൽ തന്നെയാണ് അത് വരുന്നത്. പക്ഷേ ഒരു പ്രഷർ എക്കോണമിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് എളുപ്പം സാധ്യമല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടോള് ഏർപ്പെടുത്തിയാലും മനുഷ്യന് വലിയ ഭാരമാകാത്ത രീതിയിൽ അത് ചെയ്താൽ ഓക്കെ ആണെന്ന് പറയാം. പക്ഷേ ഇത് കിഫ്ബി വയബിൾ മോഡലാക്കി കൊണ്ടുപോകണം. അതെ, ഞാൻ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ വലിക്കുകയാണ്. അതിനു പകരം നിങ്ങൾ എന്തുകൊണ്ട് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നില്ല? അത് ലോങ് ടേം ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരില്ല. അല്ല, ടോള് ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൊണ്ടുവന്ന് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് ആളുകളിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാതെ നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യൂ? എന്തുകൊണ്ട് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല? അപ്പോൾ അത് ഈ ഒരു ബജറ്റിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ക്വിക്കായിട്ട് ഒരു 30 സെക്കൻഡ്സ് വീതം നമ്മുടെ പെട്ടെന്ന് പോയാൽ ഒരു കാര്യം ഇതുവരെ ആരും ഇവിടെ പറഞ്ഞു കേട്ടില്ല, അത് പറയാതെ പോയാൽ മോശമാവും. ആയുഷ്മാൻ ഭാരത് കേന്ദ്ര പദ്ധതിയാണ്. അതിൽ 60% കേന്ദ്രത്തിൻ്റെ 40% കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ഈ ബഡ്ജറ്റ്, കാരണം വയോജന സൗഹൃദം ആയിരുന്നെങ്കിൽ
കുറച്ചുകൂടെ നന്നായിരുന്നു ഇവിടെ. കാരണം ഇവിടെ സീനിയർ സിറ്റിസൺസ് വേറെ ഈ പറയുന്ന ഒരുപാട് പദ്ധതികൾ പറഞ്ഞു. ഇല്ല, അത് ജിം അല്ല, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഈ പറയുന്നതാണ് പ്രധാനം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ഒരു പ്രയോജനം കേരളത്തിൽ കിട്ടാതെ പോകുന്നു. അത് കേരളത്തിൽ കിട്ടണം. മറ്റു സംസ്ഥാനങ്ങൾ പലതും നടപ്പാക്കി. കേന്ദ്രത്തിന്റെ പദ്ധതി വീണ്ടും ഇവിടെ പ്രഖ്യാപിക്കേണ്ട ബജറ്റിൽ പ്രഖ്യാപിക്കാതെ വീണ്ടും പ്രഖ്യാപിക്കേണ്ടതില്ല. ആ പദ്ധതി പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭാഗത്ത് ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇത്തവണ വയോജനങ്ങൾക്ക് ഒരു ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിരിക്കുന്നത് ഏറ്റവും നല്ല പദ്ധതികൾ തന്നെയാണ്. ഒരു രംഗം പുതുതായിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഒറ്റ കാര്യം, ഇവിടെ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോഴും 2% ആളുകൾക്ക് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ പെൻഷൻ. ഇത് 61 മുതൽ 79 വരെ പ്രായമുള്ളവർക്ക് 200 രൂപയും 80 വയസ്സ് മുതൽ മുകളിലേക്കുള്ളവർക്ക് 500 രൂപയും, അങ്ങനെ 2% ഉള്ളൂ. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം കവർ ചെയ്യും. കാരണം സാർ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഒരു മലയാളിയുടെ 40,000 രൂപ അടുത്താണ് വരുന്നത് വാർഷികം. അത് ഇവിടുത്തെ സർക്കാരിൻ്റെ പദ്ധതി കണക്കനുസരിച്ച് 17, 18, 28,000 രൂപയുള്ളൂ. ഇന്ന് 40,000 രൂപയൊക്കെ ഞാനത് സ്റ്റഡി ചെയ്താണ്. ശരി ഡോക്ടർ നിർമ്മല, നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞ മാതിരി ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ആരോഗ്യത്തിനുള്ള സംവിധാനങ്ങൾ. 2, കേരളം ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണെന്നുള്ളത് നമ്മൾ എല്ലാ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം മുതലുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതിലൂടെ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള എല്ലാ ഇതും ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മളതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയുള്ളൂ. ഈ 2 പക്ഷേ ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഒറ്റ ഇതുള്ളത്, കുറച്ചും കൂടെ ഇതിൻ്റെ കാര്യക്ഷമതയും നടപ്പിലാക്കലും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ ക്വിക്ലി 45 സെക്കൻഡ് പറയാം. നേരത്തെ പറഞ്ഞ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാം. ഒരു വലിയ ഇഷ്യൂ, അതെനിക്കൊന്ന് ഒരുപാട് പേർക്കും യൂസ്ഫുൾ ആവുക ഇൻഫർമേഷൻ തോന്നുന്നു. അതായത് ജപ്പാൻ, പണ്ട് എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും തോന്നുന്നു, US കഴിഞ്ഞ ജപ്പാനായിരുന്നു ഒരു പരിധി വരെ കുറേ വർഷങ്ങളിലേക്ക് നമ്പർ 2. അവരെ മറികടന്ന് ചൈനയാണ്. അവരുടെ ഗ്രോത്ത് ഉണ്ട്. കാരണം സെക്കൻഡ് റീസൺ എന്ന് വെച്ചാൽ ജപ്പാനിലെ ഏജിങ് പോപ്പുലേഷൻ, ഫെർട്ടിലിറ്റി റേറ്റുമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡുവും സ്റ്റാലിനും ഒക്കെ കുട്ടികൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കളിയാക്കി ചിരിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നൊരു ഇഷ്യൂ പറയാം. കുട്ടികളുടെ എണ്ണം കുറയുന്ന ഒരു വശത്ത്. ജപ്പാൻ അത് മാത്രം ഉണ്ടായിരുന്നു. കേരളത്തിനുള്ളത് കുട്ടികളുടെ എണ്ണം ഒരു വശത്ത് കുറയുന്നു, മൈഗ്രൻസിൻ്റെ എണ്ണം ഒരു വർഷത്ത് ഇരട്ടിയാകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഗ്രാജുവലി കടന്നു വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അടുത്ത സെൻസസ് അനുസരിച്ച് പാർലമെൻ്ററി റെപ്രസെൻറ്റേഷൻ കുറയും. ഇപ്പോൾ 20 സീറ്റാണ് പാർലമെൻറ്റിലുള്ളത്, അത് 14 സീറ്റായിട്ട് കുറയും. അത് നമ്മളെ വീക്കാക്കും ജനറലി. രണ്ടാമതൊരു ചെറിയ ഫൺ ഫാക്ട് കൂടെ പറയാം. കേന്ദ്ര ബഡ്ജറ്റിൽ ശരിക്കും പറഞ്ഞാൽ മധ്യവർഗത്തിൻ്റെ ആശ്വാസമായിരുന്നു, ഇത് മധ്യവർഗത്തിൻ്റെ ആശ്വാസമായിരുന്നു. കുറേ കാലം കൂടി സമഗ്രമായ കോൺക്ലേവ് ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു 7:45 തുടങ്ങിയതാണ്. ചില അതിഥികളെങ്കിലും മിക്ക അതിഥികളും രാവിലെ തുടങ്ങി ഇത് 3 മണി വരെയുണ്ട്. വിദ്യാർത്ഥികളും വളരെ ഗൗരവത്തുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ചർച്ചയിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി ആദ്യ വഴിയിൽ നിർത്തി പോയവരുമുണ്ട്. അവർക്ക് നന്ദി പറയുകയാണ്. വളരെ നന്നായി തന്നെ നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാനായി. നമുക്ക് വരും അവസരത്തിൽ കുറച്ചുകൂടി വിപുലമാക്കാം. താങ്ക് യു വെരി മച്ച്.